ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് കൈ കിട്ടൂലേ? ഈ ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് ആൻസർ എഴുതാന്നുള്ളതിലെ നോക്കണ്ടേ? അതായത് നിങ്ങൾക്ക് ആൻസർ എഴുതാനുള്ള വെല്ലുവിളി അല്ലെ? അപ്പം ആൻസർ എങ്ങനെ എഴുതാന്നല്ലേ? നിങ്ങൾ തോന്നിയ മാതിരി ആദ്യം തന്നെ കുട്ടികൾ എന്ത് ചെയ്തു 1, 2, 3, 4 ഇങ്ങനെ എഴുതും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ എഴുതരുത്. അങ്ങനെ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾ കേട്ടോ. അതായത് 80 മാർക്കിന് ഇംഗ്ലീഷിന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഇനിയിപ്പോ 1, 2, 3, 4 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് 100% അവർ എഴുതുന്നൊക്കെ ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യം എഴുതിക്കോളി. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഏറ്റവും ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ കിട്ടുന്ന കറക്റ്റ് ഓർമ്മ. പക്ഷേ അതേപോലെ ഇംപ്രഷൻ നഷ്ടപ്പെടുത്താൻ ഇത് കാരണം എങ്ങനെ അറിയോ? ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തു, ആ ഒന്നാമത്തെ തന്നെ കഷ്ടകാലത്തിന് തെറ്റിപ്പോയാൽ തീർന്ന്. അതോടെ നിങ്ങളെ കുറിച്ചൊരു മനസ്സിലായതാ ഇത് എന്ത് പൊട്ടന, അത് ഫസ്റ്റ് തന്നെ തെറ്റ്. ആ ഒരു ചിന്താഗതി നിങ്ങളെ കുറിച്ച് വന്നോ, പിന്നെ നിങ്ങൾ ഉള്ളിലേക്ക് എത്ര ശരീരത്തിൽ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ മാർക്ക് ഇങ്ങനെയെങ്കിലും കരമാർക്ക് പറയും. പ്രത്യേകിച്ച് ആ ഡയറി, ലെറ്റർ, നോട്ടീസ്, പ്രൊഫൈൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതുമ്പോൾ അതിനൊക്കെ 5 മാർക്കിന്റെ ഒരു 1/2 മാർക്ക് വെച്ച് 4 ആക്കും. പിന്നെ 6 മാർക്കിന്റെ 1/2 മാർക്ക് വെച്ച് 5 ആക്കും. 7 മാർക്കിന്റെ ചിലപ്പോൾ 6 അല്ലെങ്കിൽ 6 ആക്കും. അതൊക്കെ ആകെ എപ്പോഴും അറിയോ? നിങ്ങൾ ഈ ഫസ്റ്റിൽ കൊണ്ടുപോയിട്ട് തെറ്റുത്തര എഴുതിയാൽ. നേരെ മറിച്ച് ഫസ്റ്റ് ഫുള്ള് നിങ്ങൾ ശരീരത്തിൽ എഴുതി കഴിഞ്ഞാൽ ആ വലിയ മാർക്കൊക്കെ ഫുള്ള് കിട്ടും. കാരണം അതൊന്നും എനിക്ക് വായിച്ചു പോലും നോക്കൂല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് പേജിൽ ഇരുന്ന മണ്ടത്തരങ്ങൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അതിലേക്കൊക്കെയുള്ള മാർക്ക് ഇടുക. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയാണ് നമ്മുടെ ആൻസർ ഷീറ്റ് എഴുതാൻ നോക്കണ്ടേ? ഓക്കെ, ഞാനിത് അവിടെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ 17 പോയിന്റുകൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 17 പോയിന്റുകൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. ഞാനിപ്പോ എഴുതിയെടുത്തത് പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ബോർഡ് ഭാഷയിൽ എഴുതിയാണ്. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് അതുപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്കൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതി കഴിഞ്ഞാൽ 100% ഞാൻ എഴുതി ഒപ്പിട്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. കാരണം നിങ്ങളുടെ പേപ്പർ നോക്കുന്ന നല്ല ഇംപ്രഷൻ ആവും. അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾ 2 മണിക്കൂറും 20 മിനിറ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 2.25 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പരീക്ഷ എഴുതി കഴിയും ചെയ്യും. ഇതുപോലെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ. അപ്പം അതെങ്ങനെ നോക്കണ്ടേ? ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ അപ്രീസിയേഷൻ എഴുതുക എന്നുള്ളതാണ്. കാരണം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് A+ വാങ്ങണമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ 5 കവിതകളുടെയും അപ്രീസിയേഷൻ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കവിത വന്നാലും, മദർ ടെറേസ ആയാലും ഡ്രോയിങ് ഇൻ ദ വിൻഡ് ആയാലും ഏത് കവിത വന്നു കഴിഞ്ഞാലും അത് എഴുതാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. അപ്പൊ ആ കവിതയാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ അതിന്റെ ഹെഡിങ് ഒക്കെ കൊടുക്കണേ. അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ കവിതയുടെ പേരിന് കൊടുത്താലും മതി. അങ്ങനെ കറക്റ്റ് അപ്രീസിയേഷൻ എങ്ങനെയായിരുന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എല്ലാത്തിന്റെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഇനിയിപ്പോ വേറെ ചാനൽ നോക്കി പഠിച്ചാണെങ്കിൽ അത് മതി. അപ്രീസിയേഷൻ ഏത് നോട്ടായാലും മതി. അപ്രീസിയേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്താൽ ആ അപ്രീസിയേഷൻ കറക്റ്റ് ചെയ്തുമ്പോൾ ഒരു പേജ് ഫുള്ളോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ അപ്രീസിയേഷന് വേണ്ടി നിങ്ങൾ ചെലവാക്കേണ്ട മാക്സിമം ടൈം 10 മിനിറ്റ്. അതുകൂടി കൂടെ നേരെ ചെയ്തേ 10 മിനിറ്റ് അപ്രീസിയേഷൻ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് പേജിൽ അപ്രീസിയേഷൻ അങ്ങോട്ട് അറിയും. ഓക്കെ, സമാധാനമായോ? സമാധാനമായി. ആർക്ക് സമാധാനമായി? പേപ്പർ നോക്കുന്ന ആൾക്ക്. അയാൾ പേപ്പർ നോക്കുമ്പോൾ അന്നൊരു ഫസ്റ്റ് പേജിൽ തന്നെ അപ്രീസിയേഷൻ. അത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഇടുക. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വളരെ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടുപോയാൽ പിന്നെ അതിന്റെ മാർക്ക് കിട്ടില്ല. അതാണ് ആദ്യം. നമ്മള് ചില കുട്ടികളുണ്ട് ഉത്തരം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഇടാൻ വിചാരിക്കും. അതൊക്കെ മറന്നു പോകും. ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, എന്നിട്ട് ഉത്തരം എഴുതി തുടങ്ങുക. അത് വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണെങ്കിൽ ലാസ്റ്റ് കരയേണ്ടി വരും പരീക്ഷ കഴിഞ്ഞിട്ട്. അയ്യോ ഞാൻ ക്വസ്റ്റ്യൻ ഇടാൻ മറന്നുപോയേ, അതിന് മാർക്ക് കിട്ടുക സാറേ എന്ന് വെച്ച് കമന്റ് ചെയ്യേണ്ടി വരും. അതിനൊന്നും നിൽക്കേണ്ട. എന്ത് ചെയ്യുക, ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഇടാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം 9 ആണെങ്കിൽ 9 ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം തുടങ്ങി. 9 തുടങ്ങി ടെൻഷൻ അടിക്കുന്നു. 9 10 നമ്പറിൽ ഇവിടെ നമ്പർ ഈസ് നോട്ട് എ മാറ്റർ. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് 36 വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ അപ്രീസിയേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇനി അപ്പൊ അപ്രീസിയേഷൻ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിലും മിനിമം തീർക്കണം. ചില കുട്ടികൾ വീട്ടിൽ നിന്നേ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിച്ച 5 അപ്രീസിയേഷൻ ഒന്ന് വീട്ടിൽ നിന്ന് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് എഴുതി തീരും. ഒരു 2-3 തവണ കാണാൻ പഠിച്ചിട്ട് എഴുതി. ഈ എഴുതിയാനുള്ള ഗുണം എന്താ നിങ്ങൾ ഒരിക്കലും ഇതിനെ മറക്കൂല. നിങ്ങളൊരു 10 തവണ എന്ത് ചെയ്യുന്നത് വായിച്ച് പഠിക്കുന്നതിന് തുല്യമാണ് ഒരൊറ്റ തവണ എഴുതി പഠിക്കുന്നത്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടി. നല്ല ടെക്നിക്കാണ്. ഏവറേജ് ആയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിക്കുന്ന ഒരിക്കലും നിങ്ങൾ മറന്നുപോകില്ല. അപ്പം ഈ അപ്രീസിയേഷൻ ആയാലും ഡയറി നിങ്ങൾ എന്ത് കാണാൻ പഠിച്ചാലും അതൊന്ന് എഴുതി നോക്കാം. എഴുതി നോക്കിയ 2 ഗുണമാണ്. കാണാതെ അവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്ത് പരീക്ഷ എഴുതാനും കഴിയും. നല്ല വൃത്തി തന്നെ എഴുതി തീർക്കാൻ പറ്റും കേട്ടോ. അപ്പം ആദ്യം തന്നെ അപ്രീസിയേഷൻ എഴുതുന്നു. ഇനി ഇൻ കേസ് അപ്രീസിയേഷൻ അറിയാത്ത കുട്ടികളുണ്ടാവും. ഞാൻ പറഞ്ഞു ഏവറേജ് ഉള്ള കുട്ടികൾ ചിലപ്പോൾ അപ്രീസിയേഷൻ 5 ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അവർ എന്ത് വിചാരിച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു അപ്രീസിയേഷനെങ്കിലും നിങ്ങൾ പഠിച്ചേക്കാം. ഒരു അപ്രീസിയേഷനെങ്കിലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സുഖം എന്ന് വിചാരിച്ചാൽ ആ ഒരു അപ്രീസിയേഷന്റെ പേരുകൾ ഉണ്ടല്ലോ. ആ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മദർ ടു സണ്ണിന്റെ അപ്രീസിയേഷൻ പഠിച്ചു. പക്ഷെ നിങ്ങൾക്ക് വന്നത് ബ്ലോയിങ് ഇൻ ദ വിൻഡിന്റെ ആണ്. അപ്പൊ നിങ്ങൾ മദർ ടു സൺ എന്നുള്ളതിന് പകരം ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നുള്ള പേര് ചെയ്താൽ അതിലെ കവിന്റെ പകരം ഇതിലെ കവിന്റെ പേര് ചെയ്താൽ അങ്ങനെ മാറ്റിയിട്ട് പഠിച്ച സാധനം എഴുതാം. അപ്പൊ ഇനിയിപ്പോ അത് ടീച്ചർ വായിച്ചു നോക്കി ടീച്ചർക്ക് മനസ്സിലായെങ്കിൽ പോലും ടീച്ചർ വരുന്നത് പാവം കുട്ടി എന്താണ് ഒരു സാധനം പഠിച്ചിട്ടുണ്ട് അത് വരാനിട്ടാണെന്നുള്ളതിൽ അതിനൊരു പകുതി മാർക്കെങ്കിലും 2.5 മാർക്കെങ്കിലും നിങ്ങൾക്ക് തരാനുള്ള മനസ്സാക്കി ചേർക്കണം. എന്തെങ്കിലും തരും, അത് ഉറപ്പാണ്. ഒരു 2 മാർക്കെങ്കിലും തരും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യാം. അതൊന്നും എഴുതാതിരിക്കരുത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ പഠിച്ച അപ്രീസിയേഷൻ അല്ല നിങ്ങൾ വന്നതെങ്കിൽ പഠിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. പഠിച്ചതല്ല വന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് അപ്രീസിയേഷൻ എഴുതരുത്.
ഞാൻ ഉദ്ദേശിച്ചത് A+ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എന്തായാലും അപ്രിസിയേഷൻ ഫുൾ ആയിട്ട് അറിയാമെന്ന് ഉറപ്പുള്ളവർ എന്ത് ചെയ്യുക, ഫസ്റ്റ് പേജ് ഇതിന് അപ്രിസിയേഷൻ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടിയില്ലേ. ഇനി രണ്ടാമത്തെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പുറം കഴിഞ്ഞു അല്ലെ, ഇനി നിങ്ങൾ രണ്ടാമത്തെ പുറം മാർക്ക് അല്ലെ. രണ്ടാമത്തെ പുറം മാർക്കുമ്പോൾ അവിടെ എന്താ നമ്മുടെ വാല്യൂറ്റർ കാണേണ്ടത്, നിങ്ങളുടെ നോട്ടീസാണ്. ഇവിടെ ഞാൻ സൈഡിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ സ്ക്രീനിൽ കൊടുക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണുന്നത് നിങ്ങളുടെ അഡീഷണൽ ഷീറ്റ് ആണെന്ന് വിചാരിക്കുക, അല്ല നിങ്ങളുടെ മെയിൻ ഷീറ്റ് ആണെന്ന് വിചാരിക്കുക. ആ മെയിൻ ഷീറ്റിലെ രണ്ടാമത്തെ പുറമാണത്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അതിൽ എന്തുണ്ടാവും, ബോക്സ് ഉണ്ടാവും. ആ ബോക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബോക്സ് പോലെ മാർജിൻ വരയ്ക്കുക. ഇതിൽ കാണുന്ന മാതിരി മാർജിൻ വരയ്ക്കുക. കറുത്തുള്ള മാർജിനാണ്, കറുപ്പ് കളറുള്ളത്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇപ്പൊ കാണുന്ന പോലെ ഈ നോട്ടീസ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാൻ എഴുതി പിടിപ്പിക്കണം. നല്ല വൃത്തിയിൽ നോട്ടീസും വീട്ടിൽ നിന്ന് ചെയ്ത് തന്നെ പഠിക്കണം. എഴുതി ഒരു തവണയെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി പഠിക്കണം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് എഴുതി പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ തന്നെ എഴുതി പഠിച്ചാൽ മതി. നോട്ടീസിനൊക്കെ വീഡിയോ നമ്മളൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അത് എഴുതി പഠിച്ചുള്ള ഗുണം ഇതാണ്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ചിലപ്പോൾ എന്താ സല്യൂട്ടേഷൻ ഇടാൻ കിട്ടും, അല്ലെങ്കിൽ കോമഡാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഇടാൻ കിട്ടും, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾ കിട്ടും. പക്ഷെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കറക്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് വരും. പിന്നെ കഴിഞ്ഞാൽ അടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾ എഴുതി പഠിച്ചാൽ കറക്റ്റ് സെന്ററിൽ തന്നെ ഹെഡിങ് കൊടുക്കാനും സെന്ററിൽ തന്നെ ഓരോ കാര്യങ്ങളും കറക്റ്റ് അലൈൻമെന്റ് ചെയ്താലും കറക്റ്റ് ആയിട്ട് ബോക്സ് വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയും. പിന്നെ ബോക്സ് ഒക്കെ ലാസ്റ്റ് വരച്ചാൽ മതി. 3 ഭാഗത്തുള്ള ബോക്സ് ആദ്യം വരയ്ക്കുക, അടിയുന്ന ബോക്സ് ഒക്കെ ലാസ്റ്റ് വരച്ചാൽ മതി. പിന്നെ നോട്ടീസ് ഒരു പുറം കംപ്ലീറ്റ് വരാൻ പാകത്തിൽ തന്നെ ചെയ്യുക. 2 നോട്ടീസ് ഉണ്ടാവും അല്ലെ, അതായത് നമ്മുടെ ഏതൊക്കെ മേലെ മെയിൻ നോട്ടീസ് ഉണ്ടാവും, താഴെ പ്രോഗ്രാമും ഉണ്ടാവും. ഈ 2 എണ്ണം കൂടി എന്ത് ചെയ്യാം, ഒരൊറ്റ ഇതിൽ വരാൻ പാകത്തിൽ തന്നെ ചെയ്യാം. നമ്മളിപ്പോ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടോ, സ്ക്രീനിൽ നോക്കിയാൽ മതി. ആ സ്ക്രീനിൽ കാണുമ്പോൾ വൃത്തിയിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് നോട്ടീസിന്റെ 5 മാർക്കാണ്. 5 മാർക്ക് ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. ഒരു 1/2 മാർക്ക് പോലും മിസ്സാവില്ല. ആ ഒരു വൃത്തി ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എഴുതി തെറ്റിപ്പോയാൽ പോലും എന്ത് ചെയ്യാൻ മാർക്ക് കുറയ്ക്കില്ല. വൃത്തിക്കാണ് നോട്ടീസിനൊക്കെ മാർക്ക് എന്ന് മനസ്സിലാക്കട്ടെ. നോട്ടീസ്, പോസ്റ്റർ പോലുള്ള സാധനങ്ങളൊക്കെ വൃത്തിക്കാണ് മാർക്ക്, അല്ലാതെ കണ്ടന്റ് മാത്രമല്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾ അതിനും ഒരു 10 മിനിറ്റ് സമയം എടുക്കാം. അപ്പൊ ഇഷ്ടമല്ല, അപ്പൊ 20 മിനിറ്റ് കൊണ്ട് 10 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത്, 10 മാർക്ക് സ്കോർ ചെയ്ത് മാത്രമല്ല ഒരു പേജ്, ഒരു പുറം മൊത്തം അപ്പുറത്തും നിങ്ങൾ എന്ത് ചെയ്തു, ഫുള്ളാക്കി. അപ്പൊ ടീച്ചർ നോക്കുമ്പോൾ ഇവിടെ 5 മാർക്ക്, ഇവിടെ 5 മാർക്ക്, ഒരു തെറ്റില്ല, കുട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാവും. ഇതൊക്കെ ഏത് വീക്കായിട്ടുള്ള കുട്ടിക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി അപ്രീസിയേഷൻ പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് പേജിൽ നോട്ടീസ് ചെയ്തുക. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ അടുത്ത പേജിലേക്ക് എന്താ വരുന്നത് ഞാൻ പറയാം. അതായത് പഠിക്കുന്ന കുട്ടികളുടെ മൂന്നാമതായിട്ട് ചെയ്യുന്നത് പ്രൊഫൈൽ. എന്താ ചെയ്യേണ്ടത്, പ്രൊഫൈലാണ് നിങ്ങൾ അടുത്തായിട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രൊഫൈൽ നമുക്കറിയാം 6 മാർക്കിനാണ് ചോദിക്കുക അല്ലെ. പ്രൊഫൈലിന്റെ മെത്തേഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ വീഡിയോ ചെയ്തതിന്റെ ഈ ഒരു വീഡിയോന്റെ കൂടെ ഉണ്ട്. അത് കറക്റ്റ് ഫോളോ ചെയ്താൽ ഒരു മാർക്ക്, ഒരു 1/2 മാർക്ക് പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തിട്ട് ആ പ്രൊഫൈൽ വന്നാണ്ട് പ്രൊഫൈൽ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ എന്തായി, 6 മാർക്ക് കിട്ടിയില്ലേ. ആ 6 മാർക്ക് അത് പ്രൊഫൈൽ തന്നെ നിങ്ങൾ മാക്സിമം ഏരിയയിലോ 1/2 പേജ് ഒക്കെ ഉണ്ടാവുള്ളൂ. മാക്സിമം ചിലപ്പോൾ ഒരു 3/4 പേജ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അടിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇല്ലേ, അതിലേക്ക് നിങ്ങൾ ഇതിന്റെ നമ്മുടെ ക്വസ്റ്റ്യനെയർ. അപ്പൊ ക്വസ്റ്റ്യനെയർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ അത് ഇത്, അതെല്ലാം നിങ്ങൾ പഠിക്കാത്തതാണ് നമ്മൾ അതിനോട് ആയിട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ല. നിങ്ങൾ പരീക്ഷ ആണെന്ന് ഒരിക്കലും ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് ആലോചിച്ചുണ്ടാക്കരുത്. വീട്ടിൽ നിന്ന് എന്തായാലും കാണാതെ പഠിച്ച് അത് ഒരു പ്രാവശ്യം എഴുതി നോക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾ എഴുതി നോക്കിയില്ലെങ്കിൽ ഈസും അല്ലെങ്കിൽ ഡൂൺ ഡസ് ഒക്കെ ഇടാൻ വിട്ടുപോകും. ഈ ഹെൽപ്പിംഗ് മാർക്ക് വിട്ടിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ അർത്ഥം പോയി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എഴുതിയിട്ട് ഒന്നും വിടാതെ എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ അർത്ഥങ്ങളൊക്കെ കറക്റ്റ് ആവുന്നുണ്ടോ നോക്കുക. അപ്പം ഞാൻ തന്നിട്ടുള്ള ആ 7 ക്വസ്റ്റ്യൻസും കാണാതെ പഠിക്കുക. അതേതെങ്കിലും ഓരോന്നിന്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കാറിയുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്നേ പ്രിപ്പയർ ചെയ്തൊക്കെ ഓരോരുത്തർ ഇപ്പൊ വാർത്ത വന്നാൽ ഇന്ന ചോദ്യം ചോദിക്കണം, സത്യജിത്രായി വന്നാൽ ഇന്ന ചോദ്യം ചോദിക്കണം എന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആ ടെൻഷൻ ഇല്ല. അപ്പൊ എന്തായി, 6ഉം 4, 6ഉം 5ഉം 11 മാർക്ക് നിങ്ങൾക്ക് ഏത് പേജിൽ കിട്ടി, ഈ മൂന്നാമത്തെ പേജ് കിട്ടി. അപ്പൊ ഇവിടെ നോട്ടീസ് വന്നു, ഇവിടെ ഈ പറഞ്ഞ പ്രൊഫൈലും അതേപോലെ തന്നെ എന്തും വന്നു, ഈ ക്വസ്റ്റ്യനെയർ വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ടീച്ചർ 10 മാർക്ക് കിട്ടി. 5, 10, 16, 21 മാർക്കായി. വെറും 3 പേജ്, 3 പുറം എഴുതിയപ്പോൾ നിങ്ങൾക്ക് 21 മാർക്കായി. ഇപ്പൊ തന്നെ ടീച്ചർക്ക് മനസ്സിലായി ഇവനൊരു A+ലേക്ക് പോകേണ്ട ആളാണെന്ന് അല്ലെ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ലെറ്റർ ആണ്. ഓക്കെ, അപ്പൊ ലെറ്റർ ഇതേമാതിരി തന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ, ഞാൻ 8 പേജ് കൂടി മെയിൻ 4ാമത്തെ പേജിലേക്ക്, അതിൽ പുറത്തെ പുറം അല്ലെ, ആ പുറത്തിൽ എന്താ, ഇപ്പൊ നിങ്ങൾക്ക് മെയിൻ ഷീറ്റിൽ കുറെ പേജിലുണ്ട് അല്ലെ. അല്ലെങ്കിൽ ആയിക്കോട്ടെ, അടുത്ത പുറത്തിലേക്ക് എന്ത് ചെയ്യാം, ലെറ്റർ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു പേജ് ഫുൾ ആയിട്ട് ലെറ്റർ വേണം. ഓക്കെ, അപ്പൊ അതിന്റെ കണ്ടന്റുകളൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. ഫ്രണ്ട്ലി ലെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കൂടുതലും വരിക. അപ്പൊ അതിന്റെ കണ്ടന്റ് ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ അതിന്റെ കണ്ടന്റ് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളി. എന്തായാലും ലെറ്ററിന്റെ കറക്റ്റ് ഫോർമാറ്റിൽ സാധനം എഴുതുക. അതിനിടയിൽ എന്തെങ്കിലും കവർച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ പേജ് ഫുൾ ആവും. ഇനി പഠിക്കുന്നവരാണെങ്കിൽ നല്ലപോലെ എന്ത് ചെയ്യുക, കാര്യങ്ങളുള്ളിൽ എഴുതുക. പിന്നെ അതിന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ കണ്ടന്റ് ഒരു അടുത്ത് കൂടി പോയാൽ മതി. കറക്റ്റ് സ്ട്രക്ചറിനാണ് മാർക്ക്. പകുതി മാർക്കും സ്ട്രക്ചറിനാണ്. ബാക്കിയുള്ള ഏകദേശം എന്തെങ്കിലും ഒന്ന് എഴുതി പിടിപ്പിച്ചാൽ ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പൊ 6 മാർക്കൊന്നും ഒന്നും മിസ്സാവില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു 4 പുറം എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്കായി എന്നറിയോ, 27 മാർക്ക്. അതായത് 4 പുറം എഴുതിയപ്പോൾ നിങ്ങൾക്ക് 27 മാർക്ക്. അപ്പം ഈ ലെറ്ററിന് നിങ്ങൾക്ക് എത്ര ടൈം ചെലവാക്കണം എന്ന് മനസ്സിലാക്കണ്ടേ. അതായത് ഞാൻ പറഞ്ഞു അപ്രീസിയേഷന് 10 മിനിറ്റ്, നോട്ട് ചെയ്തേക്കണേ. പിന്നെ അതേപോലെ തന്നെ നോട്ടീസിന് 10 മിനിറ്റ്, പിന്നെ പ്രൊഫൈലിന് 10 മിനിറ്റ്,
പിന്നെ നമ്മുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന് 5 മിനിറ്റ്, കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കാണാതെ പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിന് 5 മിനിറ്റ് തന്നെ വേണ്ട ശരിക്കും, എന്നാലും ഒരു 5 മിനിറ്റ് എടുത്തോളൂ. പിന്നെ ലെറ്ററിനും 10 മിനിറ്റ്. അപ്പൊ ടോട്ടൽ എത്ര മിനിറ്റ് ആയി? 10, 20, 30, 45, 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ 27 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഞാൻ നിങ്ങളെ മനസ്സിലാക്കണം. ഇനി A+ലേക്ക് നമുക്ക് വളരെ അടുത്തെത്തി. നമ്മൾ ഇനി 43 മാർക്കും കൂടി കിട്ടിയാൽ നമുക്ക് എന്തായി? A+ കിട്ടി അല്ലെ? അപ്പം അതിലേക്കുള്ളതാണ് നമ്മൾ കിടക്കുന്നത്. A+ അല്ല, നമ്മൾ ഫുൾ മാർക്കിലാണ് പറയുന്നത്. A+ ആണ് നിൽക്കട്ടെ, ഫുൾ മാർക്ക് കിട്ടുമോ നോക്കിയിട്ടല്ലേ പിന്നെ A+. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്പീച്ച് അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യുക. അതിൽ സ്പീച്ചിന്റെയും ക്യാരക്ടർ സ്കെച്ചിന്റെ ഏത് വന്നാലും ചെയ്യേണ്ട കുറച്ചുകൂടെ സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോ തന്നെ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 3-4 മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അത് മാത്രം എഴുതി വെച്ചിട്ട് അതിനിടയിൽ നിങ്ങൾ നിറച്ചാൽ തന്നെ കിട്ടും. അതെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരുന്നവരാണെങ്കിൽ ഈ ഫോർമാറ്റ് കറക്റ്റ് പഠിച്ചിട്ട് ആ രീതിയിലേക്ക് ഏറ്റവും നല്ല സ്പീച്ച് അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ആണ്. പേരൊക്കെ ഈ ക്യാരക്ടർ സ്കെച്ചിനൊക്കെ ഹെഡിങ് വന്നാൽ തന്നെ 6 മാർക്കോളം കിട്ടും. സ്പീച്ച് ആണെങ്കിൽ അതിന് ഇൻട്രൊഡക്ഷനും എൻഡിംഗ് ഒക്കെ കറക്റ്റ് വന്നാൽ തന്നെ ആ പകുതിയോളം മാർക്ക് കിട്ടും. അപ്പൊ സിമ്പിൾ ആണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം അതിന് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാം. കാരണം കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കാനൊക്കെ ഉണ്ടല്ലോ. കാരണം ഇതിനിടയിൽ നിങ്ങൾ ഈ പുതുതായിട്ട് സെന്റൻസുകളൊക്കെ ഉണ്ടാക്കണല്ലോ. പിന്നെ അവിടെ നിന്നൊക്കെ പെറുക്കേണ്ടി വരുമല്ലോ. ഒന്നും അറിയാത്തവർക്ക് ഫസ്റ്റ് പാരഗ്രാഫ് എന്നൊക്കെ എന്തെങ്കിലും എടുത്ത് പെറുക്കിടേണ്ടിയല്ലോ, ബുദ്ധി ഇറക്കേണ്ടി വരുമല്ലോ അല്ലെ? അപ്പം അതിനെന്ത് ചെയ്യും, ഒരു 10 മിനിറ്റ് സമയം എടുത്തോളി. അപ്പൊ ടോട്ടൽ 55 മിനിറ്റ് ആയില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ നറേഷൻ ആണ്. ആ നറേഷനും റൈറ്റപ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് നറേഷൻ ചെയ്താ അല്ലെങ്കിൽ റൈറ്റപ്പ് ചെയ്താ ഏത് വേണമെങ്കിലും ചെയ്താ ഒന്നുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു റൈറ്റപ്പ് ചെയ്തതാണ്. കാരണം റൈറ്റപ്പ് ആണ് നമ്മൾ സമ്മറി ആയിട്ട് പഠിക്കുക. അപ്പൊ സമ്മറി പഠിച്ചവരാണെങ്കിൽ റൈറ്റപ്പ്, അത് അതേമാതിരി റൈറ്റപ്പ് ആയിട്ട് രീതിയാ മതി. നിങ്ങൾ പഠിച്ചതാണെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം, പഠിച്ചതാണെങ്കിലും പഠിച്ചതെങ്കിലും 15 മിനിറ്റ് മാക്സിമം ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിച്ച എല്ലാ സമ്മറികളും ഒരു തവണയെങ്കിലും വീട്ടിൽ നിന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. പിന്നെ അതിനൊരു ടെക്നിക് കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ എഴുതി പോകുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വാക്കോ ഒരു സെന്റൻസോ നിങ്ങൾ പെട്ടെന്ന് മറന്നു പോയാൽ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ആ കണ്ടിന്യൂഷൻ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഓർമ്മ ഉള്ളതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ, അല്ലാതെ ഒഴിച്ചിടുക. ചില കുട്ടികൾക്ക് ചില പഠിപ്പിക്കാനുള്ള ഒരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ ഒഴിച്ചിടും, അല്ലെങ്കിൽ അവിടെ പെൻസിലുകൊണ്ട് അതിന്റെ മലയാളം എഴുതിയേക്കും. അപ്പൊ നമുക്ക് വാങ്ക ഒരു അനാഥനാണ് എന്ന് എഴുതണം എന്ന് വിചാരിച്ചു. അപ്പൊ ഈ കുട്ടി ആദ്യം കാണാതൊക്കെ പഠിച്ചാണ്, പക്ഷെ നല്ലൊരു പഠിപ്പിലേക്കുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ പെട്ടെന്ന് പരീക്ഷ അനാഥൻ എന്നുള്ള വാക്ക് മറന്നുപോയി. അപ്പൊ ഇങ്ങനെ ഇതാണ് വാങ്ക ഈസ് എ, പിന്നെ ഒന്നിട്ട് ഡാഷ് വെച്ചിടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ മേലെ പെൻസിലോണ്ട് ചെയ്തു അനാഥൻ. ഇങ്ങനെ നിങ്ങൾ എഴുതിയോ പിന്നെ നിങ്ങളെ ബാക്കിയുള്ളതിന് ഒന്നും മാർക്ക് പോയിട്ടുണ്ട്. എല്ലാത്തിനും അര മാർക്ക് ചെയ്തും കുറയ്ക്കും. മനസ്സിലാക്കുക, ഒരു ലാംഗ്വേജിന്റെ വേറെ ലാംഗ്വേജ് വരാൻ പാടില്ല. അപ്പം ഇംഗ്ലീഷ് ഒരിക്കലും മലയാളം ഹിന്ദി ഒന്നും കയറരുത്. ഇനി അഥവാ നിങ്ങൾക്ക് അനാഥം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താ, ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ അനാഥൻ, മനസ്സിലായേ? അല്ലാതെ ഇങ്ങനെ മനസ്സിലായല്ലേ? ഈ മലയാള അക്ഷരം എവിടെ വരരുത്, ഇംഗ്ലീഷിൽ വരും. മലയാളം ഹിന്ദി വരരുത്, ഇംഗ്ലീഷിൽ എഴുതാം. ഓക്കെ, അപ്പൊ എന്താണ്, ആരും ശ്രദ്ധിക്കില്ല. ഇയാൾക്ക് മനസ്സിലായി, ഇയാൾ ഇംഗ്ലീഷുകാരൻ നമ്മളെ മാഷിയായിരിക്കും, ഇതെന്തോ പുതിയ വാക്കാണ്, എന്തോ സാധനമാണ്, നമുക്ക് മനസ്സിലാവില്ല. അതിനാണ് നമ്മൾ മംഗ്ലീഷ് എന്ന് പറയും അല്ലെ? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ മംഗ്ലീഷ് എഴുതുമ്പോൾ ഇരുന്നമാർ ശ്രദ്ധിക്കണം, ഒരു പാരഗ്രാഫ് മൊത്തമായിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ മംഗ്ലീഷ് എഴുതരുത്. ഇടയ്ക്കൊരു സെന്റൻസോ ഒരു വാക്കൊക്കെ ഇടക്കിങ്ങനെ കുട്ടിനെ തേങ്ങടുന്ന മാതിരി ഇടക്കൊന്ന് ഇട്ടുകൊടുത്ത് വിചാരിച്ചിട്ട് കുഴപ്പമില്ലാതെ അങ്ങനെ ശ്രദ്ധിക്കില്ല. അല്ലാതെ ചില ആൾക്കാരുണ്ട് മൊത്തം, ഞാൻ ചില പേപ്പറൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് എന്ത്, ഒരു പാരഗ്രാഫ് മൊത്തമായിട്ടൊക്കെ മംഗ്ലീഷ് എഴുതിയേക്കും. അങ്ങനെ എഴുതിച്ച് നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു 1-2 വാക്കുകൾ നിങ്ങൾക്ക് കിട്ടാത്തുണ്ടെങ്കിൽ കയറ്റി കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു വാങ്ക ഈസ് എൻ ഓർഫൺ എന്നാണ് നിങ്ങൾക്ക് എഴുതേണ്ടതെന്ന് ചോദിച്ചോ. വാങ്ക ഈസ് നെതി ആൻ എന്ന് എഴുതി ഓർഫൺ എന്നുള്ള വാക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയ അപ്പൊ എന്ത് ചെയ്യുക, അതുകൊണ്ട് ഒഴിവാക്കുക, ഫുൾ സ്റ്റോപ്പ് ഇടുക, ദാറ്റ്സ് ഓൾ. എന്നിട്ട് പിന്നെ ബാക്കി ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ മാഷത് വായിച്ചത് വിചാരിച്ചോ, വാങ്ക ഈസ് ആൻ, പിന്നെ നേരെ അടുത്ത വരെ പഠിക്കുക. അപ്പൊ അവയ്ക്കും പാവം കുട്ടി എന്താ സ്പീഡിലേക്ക് അപ്പൊ ഓർഫൺ എഴുതാൻ വിട്ടുപോയതാണ്, കുഴപ്പമില്ല, മാർക്ക് കൊടുക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് അറിയില്ല, അപ്പൊ എന്തായാലും മാർക്ക് കുറയ്ക്കണം. സോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒഴിച്ചിടരുത്. അതേപോലെ തന്നെ എന്താണ് മലയാളത്തിൽ എഴുതി വെക്കരുത്. ഒന്നുകിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയേക്കുക, അല്ലെങ്കിൽ ഒന്നും എഴുതിയേക്കാതെ അവിടെ ഒന്നും ചെയ്യാതെ നിങ്ങൾ വിട്ടുപോയതായിട്ടുണ്ട് കാണിച്ചിങ്ങാണ്ട് ബാക്കി കണ്ട് എഴുതുക. ഓക്കെ, അതിനിപ്പോ ഒരു സെന്റൻസ് ആയാലും 100 സെന്റൻസ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, അതങ്ങോട്ട് വിഴുങ്ങുക എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളത് എഴുതുക. ഇനി ഒരു പാരഗ്രാഫ് മൊത്തം കിട്ടാതെ നിങ്ങൾ പഠിച്ച വേറെ എന്തെങ്കിലും പാരഗ്രാഫ് ഫോർമുണ്ട് അതിന്റെ ഉള്ളിൽ കയറ്റി കൊടുക്കുക. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ ഒന്ന് ക്ലിയർ ആയാൽ മതി. അല്ലാതെ ഇതിങ്ങനെ ഫുൾ ആയിട്ട് പെർഫെക്റ്റ് ആണോ എന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതാണ് ഞാൻ പറഞ്ഞത്, സമ്മറി ഒക്കെ ജസ്റ്റ് വായിച്ച് പോയാൽ സ്റ്റാർട്ടിങ് എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ്ങെങ്കിലും ഒന്ന് പഠിക്കുക. ഈ ഏവറേജ് ആയിട്ടുള്ള കുട്ടികൾ അത്രയെങ്കിലും ചെയ്യട്ടോ. നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്ററുകൾ ഉണ്ടല്ലോ, പ്രൊജക്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ്, വെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെയൊക്കെ ഫസ്റ്റ് സമ്മറിയുടെ അല്ലെങ്കിൽ ഈ നറേഷന്റെ ഒക്കെ ഫസ്റ്റത്തെ പാരഗ്രാഫും ലാസ്റ്റത്തെ പാരഗ്രാഫെങ്കിലും പഠിക്കുക. ബാക്കിയുള്ളത് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇപ്പൊ പഠിച്ചിട്ടുള്ള മറ്റുള്ള പാഠത്തിന്റെ ഒക്കെ പാരഗ്രാഫുകൾ ഉള്ളിൽ കയറ്റി കൊടുക്കാനാണ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, കാരണം നിങ്ങൾ എന്തെങ്കിലും എഴുതുക എന്നുള്ളതാണ്. ഈ വരുന്ന മാഷന്മാരെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുക. അപ്പൊ അവർക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഞാൻ എടുത്തു രാംരാജിനെ മുണ്ടെടുക്കാന്ന് പറഞ്ഞില്ലേ, അതേമാതിരി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം എഴുതി വെച്ചാൽ തന്നെ 4-5 പേജ് ഉണ്ടാവും. അപ്പൊ പിന്നെ നിങ്ങളുടെ ആൻസർ പേപ്പർ എത്ര പേജ് വേണം? ഒരു 5-8 പേജെങ്കിലും മിനിമം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് അത്രയും പേജ് കണ്ടാലേ നിങ്ങളുടെ മാഷ് ഹാപ്പി ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ മാക്സിമം എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പേജ് കൊള്ളാക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പാരഗ്രാഫോ അല്ലെങ്കിൽ കാണാതെ പഠിച്ച വേറെ ഏതെങ്കിലും പാരഗ്രാഫോ എന്തെങ്കിലുമൊക്കെ കുത്തി ഇറക്കിയാൽ
സ്റ്റാർട്ടിങ് മാത്രം എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ്ങും എൻഡിങ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആക്കാം. അപ്പൊ ഇനി ഈ സമ്മറികളുടെ ഒക്കെ സ്റ്റാർട്ടിങ്ങും എൻഡിങ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നറേഷൻ നമ്മൾ എടുക്കേണ്ട സമയം 15 മിനിറ്റ്. അപ്പൊ അത് എന്താണ് 7 മാർക്ക് നമുക്ക് കിട്ടിയില്ലേ. ഇനി നറേഷൻ എത്ര പേജ് എഴുതണം? നറേഷൻ ഇതൊക്കെ നമ്മളൊരു ഫ്രഷ് പേജിലൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ ക്വസ്റ്റ്യനെയറും അതേപോലെ പ്രൊഫൈലും മാത്രമാണ് ഞാനിപ്പോ ഒരു പേജിൽ രണ്ടും കൂടി ഒരു പേജിലാക്കിയത്. ബാക്കി എല്ലാം ഒരു സിംഗിൾ പേജ് ആണ്. ഇനി ഈ നറേഷൻ നറേഷൻ എന്ന റൈറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങി നേരിച്ചോ, ഫ്രഷ് പേജിൽ നിന്ന് തുടങ്ങി നേരിച്ചോ, അവിടെ നിന്ന് തുടങ്ങിയിട്ട് തൊട്ടപ്പുറത്തെ പേജിന്റെ പകുതി വരെ. ഇതിപ്പോ അടുത്ത പേജ് ആണെങ്കിൽ അതിന്റെ ഒരു പകുതി വരും, 1.5 പുറം. ഓക്കെ, 1.5 പേജ് അല്ല, ഒരു പേജ് ഫുൾ അല്ല, ഒരു പേജിന് ഒരു പുറവും പിന്നെ അടുത്ത പേജിന്റെ ഒരു പകുതിയും. അത്രയെങ്കിലും വേണം. അത്ര മതി, അതിൽ കൂടുതലും വേണം. അതിൽ കൂടുതലൊക്കെ എഴുതിയാലാണ് നിങ്ങൾക്ക് സമയം കിട്ടാൻ നിൽക്കുക. അപ്പൊ നിങ്ങൾ കാണാതെ പഠിച്ചൊരു നറേഷൻ കുറേ ഉണ്ട് നേരിച്ചു, 2 പേജിന്റെ മേലേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറെ വീണിക്ക് ഒരു പാരഗ്രാഫ് കണ്ട് കട്ട് ചെയ്തോ, നോ പ്രോബ്ലം. ഓക്കെ, അത്ര മതി. ഇത്ര എഴുതിയാൽ നിങ്ങൾ പറ്റുന്ന സമയം കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 120 വേർഡ്സ് എന്നാ പറയുന്നത്, പരമാവധി ഷോർട്ട് ആക്കാം. അപ്പം ആ 120 വേർഡ്സിനൊക്കെ അത്യാവശ്യം ലാസ്റ്റത്തെ പാരഗ്രാഫ് കറക്റ്റ് ആയിട്ട് അതിന്റെ ഇടയിലുള്ള ഒരു പാരഗ്രാഫ് കട്ട് ചെയ്താലും കുഴപ്പമില്ല. അത്യാവശ്യം പേജ് ഫുൾ ആവും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുക. ഓക്കെ, മാക്സിമം ഒരു 2 പുറം. ഓക്കെ, ഈ 2 പുറം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തീരുന്നില്ലെങ്കിൽ, തീരൂലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ 2 പുറത്തിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തേക്ക്. പിന്നെ പുറത്തൊന്നും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ മാർക്ക് എന്തായാലും കിട്ടും. സ്റ്റാർട്ടിംഗ് ഒക്കെ അടിപൊളിയാണെങ്കിൽ എന്തായാലും ഇതിന്റെ ഫുൾ മാർക്ക് തന്നെ കിട്ടും, പേടിക്കുന്നു വേണ്ട. അപ്പൊ മക്കളെ, ഇപ്പൊ നമ്മൾ 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞു. ഇതിന് നമ്മളെടുത്ത സമയത്ത് അറിയാം, 1 മണിക്കൂറും 10 മിനിറ്റും. ഇനി നമുക്ക് എത്ര ബാക്കിയുണ്ട്? 1 മണിക്കൂറും 20 മിനിറ്റും ഉണ്ട്. നമുക്കിനി ആകെ എത്ര മാർക്ക് ഉണ്ട്? A പ്ലസിന് വെറും 30 മാർക്ക്. ഈ 30 മാർക്കിന് ഇനി ഇപ്പൊ എടുത്തതിനെക്കാട്ടി കൂടുതൽ സമയം നമ്മുടെ കയ്യിൽ ബാക്കി എടുക്കണം. പ്രധാനപ്പെട്ടൊക്കെ ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സമയം മിസ്സാവുക ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെ, ഈ വലിയ ക്വസ്റ്റ്യൻസിനൊക്കെയാണ്. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ വീട്ടിൽ നിന്ന് വരെയൊക്കെ പഠിക്കാതെ വെറുതെ ഇങ്ങനെ കുറെ ആലോചിക്കും, ടൈം മാനേജ്മെന്റ് ചെയ്യില്ല. എല്ലാവരും വാച്ച് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. വാച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇതിൽ ബെഞ്ചിന്റെ മേലത്തിന്റെ വാച്ച് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ പരീക്ഷ എഴുതുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ മാതിരി ആദ്യം അപ്രീസിയേഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ ടൈം നോക്കുക. എന്താ പെട്ടെന്ന് തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ എഴുതി തീർക്കുക. എത്രത്തോളം നേരത്തെ ഒരു 2 മിനിറ്റ് സേവ് ചെയ്യാൻ പറ്റുന്ന അത്രയും തന്നെ. അപ്പൊ ആ സേവ് ചെയ്യുമ്പോൾ ആ ടൈമുകളൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് ബാക്കിയായിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത് ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും, പേപ്പർ മൊത്തം വായിച്ചോണ്ടാൻ പറ്റും. മാക്സിമം ടൈം ഉപയോഗിക്കുക. പരീക്ഷ ആണെന്ന് അവസാനത്തെ ബെല്ലടിച്ച ശേഷം മാത്രം ഇറങ്ങിപ്പോരാ. നേരത്തെ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് നേരത്തെ മാഷിന് പോയിക്കോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകരുത് കേട്ടോ. മൊത്തം കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു സെക്കൻഡ് പോലും വിലപ്പെട്ടതാണ്. ആ സമയത്തൊക്കെ പരമാവധി കളക്ട് ചെയ്യാനുള്ളത് കളക്ട് ചെയ്യാം. ഓക്കെ, 7 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് നമ്മുടെ അനലൈസിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഒരു ഔട്ട് ഓഫ് സിലബസിലെ ഒരു പാസേജ് അല്ല ഒരു ബോക്സ് വരും അല്ലെ. ഇത് ചിലപ്പോൾ ബോക്സ് ആവാം, അല്ലെങ്കിൽ പൈഡയഗ്രം ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ ന്യൂസ് പേപ്പറിന്റെ ഹെഡിങ്സ് ഒക്കെ ആവാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം തരും. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു 4-5 ക്വസ്റ്റ്യൻസ് തരും. ഇപ്പൊ ഇവിടെ തന്നെ കണ്ട ഒരു ബോക്സ് കുറെ പുസ്തകങ്ങളും എഴുത്തുകാരുടെ ഒക്കെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാം. എഴുത്തുകാരുടെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽഡ് സിദ്ധാർത്ഥ. സിദ്ധാർത്ഥ എന്ന ബുക്ക് എഴുതിയ ഓതർ എന്നൊക്കെ പറഞ്ഞാൽ എഴുത്തുകാരൻ എന്നാണ് റൈറ്റർ. അപ്പൊ ഇവിടെ മേലെ തന്നെ ഉണ്ട് ഓതർ. അപ്പൊ നിങ്ങൾക്ക് ഇത് അർത്ഥങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ബുക്ക് എന്ന് കാണുന്നുണ്ട്, ഓതർ എന്ന് കാണുന്നുണ്ട്, സിദ്ധാർത്ഥ എന്ന് കാണുന്നുണ്ട്. അപ്പൊ സിദ്ധാർത്ഥ എന്നുള്ളത് ഈ ബോക്സിൽ എവിടെ വന്ന് നോക്കാം. അപ്പൊ വന്ന് നോക്കുമ്പോൾ ഇവിടെ 3ാമത്തെ ഫസ്റ്റ് ബുക്കിന്റെ താഴെ സിദ്ധാർത്ഥ എന്ന് കാണുന്നുണ്ട്. ആ ഓതറിന്റെ അടിയിൽ ഹെർമൻ ഈസ് എന്ന് കാണുന്നുണ്ട്. അപ്പൊ ആൻസർ ഹെർമൻ ഈസ്. ഇത്രയുള്ള കാര്യം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഏത് ഏവറേജ് ഉള്ള കുട്ടികൾക്കും കണ്ടെത്താൻ പറ്റിയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ ഇങ്ങനെ വരിക. ചിലപ്പോൾ ഒരു 5-6 എന്താണ് ന്യൂസ് പേപ്പറിന്റെ ടൈറ്റിൽസ് ഉണ്ട്. ഉദാഹരണത്തിന് എന്താണ് ഹെവി റൈൻ ഫ്ലഡ് ഒക്കേർഡ് ഇൻ കേരള, പിന്നെ അതേപോലെ തന്നെ എന്താ ഇന്ത്യ വൺ വേൾഡ് കപ്പ്, പിന്നെ അതേപോലെ തന്നെ എന്താ റോഡ് ആക്സിഡന്റ് 2 killed, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഹെഡിങ്സ് തരും. എന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് തന്നെ ചോദിക്കും വിച്ച് ഹെഡ്ലൈൻ ഷോസ് എ റോഡ് മിഷാപ്പ്. മിഷാപ്പ് എന്നാണ് ആക്സിഡന്റ്. അപ്പൊ ആക്സിഡന്റ് നേരാത്ത റോഡ് മിഷാപ്പ് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക എന്താണ് അവിടെ റോഡ് ആക്സിഡന്റിനെ കുറിച്ച് ന്യൂസ് ഇല്ലേ, അതാണ് അതിന്റെ ആൻസർ. ചിലപ്പോൾ വേറെ ഒന്ന് ചോദിക്കുന്ന വിച്ച് ഹെഡ്ലൈൻ ഷോസ് ദ നാച്ചേഴ്സ് ഫ്യൂറി. നാച്ചേഴ്സ് ഫ്യൂറി എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ഷോഭം, പ്രകൃതിയുടെ ദേഷ്യം കാണിക്കുന്ന ഹെഡ്ലൈൻ ഏതാണ്? ഏതാ? ഹെവി റെയിൻ ഫ്ലഡ് എന്നുള്ള ആ ഒരു ഹെഡിങ് ആണ്. ഇനി ചിലപ്പോൾ ചോദിക്കും വിച്ച് ഹെഡ്ലൈൻ ഈസ് റിലേറ്റഡ് വിത്ത് സ്പോർട്സ്. സ്പോർട്സുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇന്ത്യ വിൻ വേൾഡ് കപ്പ്. അപ്പൊ അങ്ങനെയുള്ള ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ചിലപ്പോൾ കാര്യങ്ങൾ എന്തുണ്ടാവില്ല ഇതിലുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായിക്കോട്ടെ, അല്ലെ എങ്ങനെയെങ്കിലും ഒന്ന് മാർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഇടുന്നത്. അങ്ങനെയെങ്കിലും ഒന്ന് മാർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും അതെ. അപ്പൊ 26 മുതൽ 30 വരെയാണ്. ചിലപ്പോൾ അതിനാവുന്നില്ല ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചെറിയ എന്താണ് നമ്പറിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരും. 27 മുതലാവും തുടങ്ങുക. അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അടുത്ത് അറ്റൻഡ് ചെയ്യേണ്ടത്. കാരണം അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും എന്തായിരിക്കും, ശരിയായിരിക്കും. ഇനി അടുത്തത് 9ാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോൺ ഫ്രേസ്. അത് നോൺ ഫ്രേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വെർബ് ഫ്രേസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പോഷണൽ ഫ്രേസ് ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കുമല്ലോ വരിക. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണല്ലോ. അപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം എന്താണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ
ഫസ്റ്റ് ഇത് 36ാമത്തെ ചോദ്യം കേട്ടോ. ഫസ്റ്റ് ഇതിനെ അലി വെന്റ് ഇൻസൈഡ് ദ ബേക്കറി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം വെന്റ് ആണ് അതിന്റെ വെർബ്. അപ്പൊ വെർബിന്റെ പുറത്തുള്ളതാണ് അലി. അലിയാണ് അതിന്റെ സബ്ജക്ട് നൗൺ ഫ്രേസ് അലി. ഇനി ദ കുക്ക് വാസ് ടേക്കിംഗ് ആൻഡ് ബേക്ക്ഡ് ഞാൻ ഔട്ട് എന്ന് പറയും. അപ്പൊ എന്താണ് അവിടെ വാസ് എന്നുള്ളത് ഹെൽപ്പിംഗ് വെർബാണ്. അപ്പൊ വാസിന്റെ പുറത്തേക്ക് ദ കുക്കാണ്. അപ്പൊ ദ കുക്കാണ് എന്ത് ആ സബ്ജക്ട് സ്ഥാനത്തുള്ള നൗൺ ഫ്രേസ്. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് മെൻ വാസ് സ്റ്റാൻഡിംഗ് എന്ന് ക്യൂ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വാസ് എന്ന ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ട്. അതിന്റെ പുറത്തേക്ക് ഗ്രൂപ്പ് ഓഫ് മെൻ ആണ്. അതാണ് സബ്ജക്ട് സ്ഥാനത്തുള്ള നൗൺ ഫ്രേസ്. അപ്പൊ മനസ്സിലാക്കുക സബ്ജക്ട് സ്ഥാനത്തുള്ള നൗൺ ഫ്രേസ് എന്ന് എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ഒരു വാക്ക് ആവണമെന്നില്ല. ആ വെർബ് എവിടെ ഉണ്ടോ അതിന്റെ തുടക്കം വരെയുള്ളതൊക്കെ സബ്ജക്ട് സ്ഥാനത്തുള്ള നൗൺ ഫ്രേസ് ആയിരിക്കും. ഇനി എന്താ വെർബ് ഫ്രേസ്? ആ വെർബും വെർബിന് ശേഷമുള്ള മുഴുവനും വെർബ് ഫ്രേസ് ആണ്. ഉദാഹരണത്തിന് അലി വെന്റ് ഇൻസൈഡ് ദ ബേക്കറി. അപ്പൊ ആ വെന്റ് ഇൻസൈഡ് ദ ബേക്കറി എന്നുള്ളതാണ് എന്ത് വെർബ് ഫ്രേസ്. അതേപോലെ രണ്ടാമത്തേക്ക് ദ കുക്ക് വാസ് ടേക്കിംഗ് ദ ബേക്ക്ഡ് ഞാൻ ഔട്ട് എന്നല്ലേ. അപ്പൊ വാസ് ടേക്കിംഗ് ദ ബേക്ക്ഡ് ഞാൻ ഔട്ട് എന്നുള്ള വാസ് മുതൽ വെർബല്ലേ അത് മുതലുള്ള എന്താണ് ഈ പറഞ്ഞ ഒരു വെർബ് ഫ്രേസ് ആണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അത് ഈസിയാണ്. അത്യാവശ്യം അറിയാവുന്ന കുട്ടിക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ കഴിയും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക അടുത്തതായിട്ട് ചെയ്യുക. അല്ലാതെ വലിയ വലിയ ഗ്രാമർ ഒന്നും ആദ്യം തന്നെ എഴുതിയിട്ട് കൊളാക്കരുത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് കിട്ടുമ്പോൾ ആള് ഹാപ്പിയോ, നമ്മുടെ എക്സാമിനർ ഭയങ്കര ഹാപ്പിയോ, എക്സാമിലെ വാലേറ്റർ ഹാപ്പിയോ. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഓരോ പേജിൽ താരത്തിൽ തന്നെ എഴുതാം കേട്ടോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഫ്രേസൽ വെർബ് ആണ്. ഫ്രേസൽ വെർബ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഈ കൂൾ ഓഫ് ടൈം തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ലേ. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യുക 10 നമ്പർ ഇടുക, അതിന്റെ എ ഇടുക, എൻ ആൻസർ ചെയ്ത ബി ഇടുക, ബി ആൻസർ ചെയ്ത അങ്ങനെ കാര്യങ്ങൾ ഇടുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സമയം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ 26 മുതൽ 30 വരെയുള്ള അനലൈസിംഗ് ചാർട്ട് ഇല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞ പുറത്തുള്ള ക്വസ്റ്റ്യൻ, അതിന് നിങ്ങൾ ചെലവാക്കുന്ന സമയം 7 മിനിറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം പെട്ടെന്ന് ആൻസർ ചെയ്താൽ കണ്ടെത്താൻ പറ്റിയതാണ്. അതിന് 10 മിനിറ്റ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 7 മിനിറ്റോടെ അതിന്റെ ആൻസർ കണ്ടെത്തണം. പിന്നെ നൗൺ ഫ്രേസിനൊക്കെ വേണ്ടത് മാക്സിമം നിങ്ങൾ ഒരു 3 മാർക്കിന്റെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 5 മിനിറ്റ്, അതിന് കൂടുതൽ നിങ്ങൾ ടൈം കണ്ടെത്തരുത്. അതിന്റെ ആവശ്യമില്ല. 2 മിനിറ്റോടെ തന്നെ എഴുതാം. എന്നാലും നിങ്ങൾ 5 മിനിറ്റ് എടുത്തോളൂ. ഇനി ഫ്രേസൽ വെർബ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഉത്തരം കണ്ടെത്തുന്നതാണ്. എന്നാലും നിങ്ങൾക്ക് ആ സമയത്ത് ഇങ്ങനെ ടൈം കണ്ടെത്തിയില്ലേലും നിങ്ങൾ പേടിക്കേണ്ട. ഒരു 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രേസൽ വെർബ് തീർക്കുക. 5 മിനിറ്റ് അവിടെയും തരുന്നുണ്ട്. അത്ര തന്നെ മതി ഫ്രേസൽ വെർബ് കണ്ടെത്താൻ. പക്ഷെ നേരത്തെ ഉത്തരം അടയാളപ്പെടുത്തി വെച്ചവരാണെങ്കിൽ അത്ര പോലും വേണ്ട. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചോളി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 31ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? 31 എഡിറ്റിംഗ് ആണ്, 32 റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്, 33 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, പിന്നെ 34 ഫ്രേസൽ വെർബ് ആണ്, 35 ഡയലോഗ് കംപ്ലീഷൻ ആണ്, 36 ഈ പറഞ്ഞിട്ടുള്ള നൗൺ ഫ്രേസ് കണ്ടെത്താനാണ്. ഇതിനൊക്കെ നിങ്ങൾ കണ്ടാവും ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ABCD എന്ന് പറഞ്ഞൊരു സാധനം. അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യുക, ചില അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പേജ് നിറയ്ക്കണം എന്നുള്ള അറിവ് കൂടുതലുണ്ട്, അതിബുദ്ധി കൊണ്ടായിരിക്കും എന്ത് ചെയ്യും, ഈ പാസേജ് ഇപ്പൊ എഡിറ്റിംഗ് ആണെങ്കിൽ എഡിറ്റിംഗ് കണ്ട ശരത്ത് എന്റെ ഔട്ട്സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാസേജ് ഉണ്ട്. ഈ പാസേജ് മൊത്തമായിട്ട് അങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും, ആ തെറ്റുള്ളവർക്ക് മാത്രം അൺക്ലെയിം ചെയ്ത് കണ്ടിട്ടു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് വളരെ ബാഡ് ഇംപ്രഷൻ വരും. മാത്രമല്ല ചിലപ്പോൾ അതിന് മാർക്ക് കിട്ടില്ല. നിങ്ങൾ എഴുതേണ്ട എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ. അത് അതേമാതിരി തന്നെ എഴുതണം. എങ്ങനെയാ? ഇപ്പൊ 31ാമത്തതാണ് എഡിറ്റിംഗ്. ഓക്കെ, 31ാമത്തെ. അപ്പൊ നിങ്ങളുടെ മാർജിൻ ഇതാണെന്ന് വിചാരിച്ചോളി. അപ്പൊ ഇവിടെ 31 തെറ്റ്. 31ൽ എ എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ എന്താണ് എ എന്നുള്ളത്? ഉദാഹരണത്തിന് എന്താ, ഹി സോ എ യങ് ബോയ് ഇൻ ദ ഗാർഡൻ എ സർവൈവർ ഫ്രം എ അപ്റ്റേൺഡ് എന്നാണ്. അപ്പൊ നമുക്കറിയാം അപ്റ്റേൺഡ് എന്നുള്ളത് ആ ആണ് അല്ലെ. നമ്മൾ ഈ വോവൽസ് ഒക്കെ ഉപയോഗിക്കുന്ന വേണ്ട, ഇംഗ്ലീഷിലില്ല. അങ്ങനെ ആ സ്വരങ്ങളുണ്ടല്ലോ, ആ സ്വരങ്ങളുടെ ശബ്ദമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ വരികയാണെങ്കിൽ ഏൻ എന്നാണ് വരുന്നത്. എന്തായാലും മനസ്സിലാക്കിയേക്കാം. അതല്ലാത്ത കാക്കാകല്യ വ്യഞ്ജനങ്ങള് അതിൽ തുടങ്ങുകയാണെങ്കിൽ എ ആണ് വരുന്നത്. ഇവിടെ അപ്റ്റേൺഡ് എന്നുള്ളത് ഇങ്ങനെ വരിക, അപ്റ്റേൺഡ്. നമ്മൾ മലയാളത്തിൽ നോക്കാം, മലയാളത്തിൽ ഒന്ന് എഴുതി വെക്കുക. അപ്റ്റേൺഡ് എന്നുള്ളത് ആയിരല്ലേ തുടങ്ങുന്നത്. അപ്പൊ ഇത് വോവൽസ് ആണ്. വോവൽസ് ആണെങ്കിൽ എന്താ വരുന്നത്? ഏൻ ആണ് ഉത്തരം വരുന്നത്. അപ്പൊ അതെങ്ങനെ എഴുതും? എ എന്ന് നമ്മൾ ഉള്ളിലിടുക. ഓക്കെ, 31 ക്വസ്റ്റ്യൻ പുറത്തേരി എ എന്ന് എഴുതിയിട്ട് ഏൻ എന്ന് എഴുതി. ഓക്കെ, സോ ഞാനിത് പറയാൻ കാരണം എന്താ, ചില കുട്ടികൾ നിങ്ങൾ നഴ്സറിയിൽ നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും. AEIOU എന്ന് അല്ലെ, വോവൽസിന് AEIOU എന്നാണ് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും അല്ലെ. ഇത് സംഭവം ഉണ്ടായിപ്പോണേ, അത് എപ്പോഴും ശരിയാവില്ല. കാരണം എന്താ വെച്ചപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് ശരിക്കും എന്താ, ഫസ്റ്റ് അക്ഷരം H അല്ലേ. അപ്പൊ ഇവിടെ അമർന്നാണോ അതോ ഏനമർന്നാണോ പറയാം. ഇത് നോക്കി പഠിച്ച കുട്ടി എന്ത് പറയും, ഇതിന്റെ ഫസ്റ്റ് H ആണല്ലോ, അപ്പൊ എ അവറാണ് ശരി. എന്നാൽ തെറ്റാണ്, ഏനമറാണ്. കാരണം എന്താ പറയാ, ഇത് മലയാളത്തിൽ എഴുതിയാൽ ഇങ്ങനെയല്ല, അവർ അവർ അല്ല. കാരണം ഈ H സൈലന്റ് ആണ്. അപ്പൊ എന്തായി, ഇതാണ് നോക്കണ്ടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ മലയാളത്തിൽ നോക്കിയിട്ട് ഈ നോക്കിയിട്ട് ചെയ്യുന്ന കുട്ടിക്ക് ഒരിക്കലും തെറ്റില്ല. അവൻ എന്ത് ചെയ്യും, ഏൻ തന്നെ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങളിപ്പോ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ടാവും ഇങ്ക് എന്നുള്ളത് ഏൻ ഇങ്ക് എന്നുള്ളത് അല്ലെ. സോ ഏൻ ഇങ്ക് തന്നെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ വെച്ചാല് ഈ വന്നിടണല്ലോ, അല്ലെങ്കിൽ ഈ അല്ല ഐ എന്ന സ്പെല്ലിംഗ് വന്നിടണല്ലോ, അതുകൊണ്ടാണ് ഇങ്ക് ഏൻ ആയിരുന്നത്. എന്നാ അതുകൊണ്ടല്ല. നിങ്ങൾ
ഇങ്ങനെ മലയാളത്തിൽ ഇരിക്കുക ഇങ്ക്, എന്താ ഈ എന്ന മലയാളം കണ്ടില്ലേ, അതുകൊണ്ടാണ് അല്ലേ, ഇതൊക്കെ വോവൽസ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പൊ മലയാളത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതേ സംഭവം തന്നെ നിങ്ങൾക്ക് കവിതയിൽ അലിട്രേഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കലോ, അലിട്രേഷൻ കണ്ടെത്താൻ എന്തായാലും ചോദിക്കും, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഒരു മാർക്കിനൊക്കെ ആ കവിതയുടെ സെക്ഷനിൽ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇത് വോവൽസ് അല്ലേ, വോവൽസിന്റെ നേരെ ഓപ്പോസിറ്റ് കോൺസണൻസ്, അതായത് കാക്കാങ്കാങ്ങൾക്ക് തുടങ്ങുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിനാണ് നമ്മൾ കോൺസണന്റ് എന്ന് ഇംഗ്ലീഷ് പറയാം. ആ സൗണ്ട് ഫസ്റ്റ് വരുന്ന ഒരു വരിയിൽ ഒരേപോലെ വരുന്ന വല്ല എന്താണ് സൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയാം. അപ്പൊ ഉദാഹരണത്തിന് കവിതയിലെ ഒരു വരിയിൽ നിങ്ങൾക്ക് എന്താ പറയാ, ദിസ് പിന്നെ തോട്ട് എന്ന് കണ്ടെന്ന് വിചാരിച്ചോ. അപ്പോ ഇത് അലിട്രേഷൻ ആണോ? സ്പെല്ലിംഗ് മാത്രം നോക്കി ചില ടീച്ചർമാർ പഠിപ്പിച്ചെടുക്കണ്ടേ, എനിക്കറിയാം ചില ടീച്ചർമാർ പഠിപ്പിച്ചെടുക്കണ്ടേ, സ്പെല്ലിംഗ് നോക്കിയാൽ മതിയല്ലേ. ഈ അല്ലാത്ത ബാക്കി എല്ലാ സ്പെല്ലിംഗ് വരുന്നതും അലിട്രേഷൻ ആണ്. അതൊന്നും എപ്പോഴും ശരിയാവില്ല. കൂടെ നോക്കിയാ ദിസിന്റെ ഫസ്റ്റ് സ്പെല്ലിംഗ് ടി ആണ്, അതേപോലെ എന്താണ് തോട്ടിന്റെ ഫസ്റ്റ് സ്പെല്ലിംഗ് ടി ആണ്. പക്ഷെ അത് അലിട്രേഷൻ ആണോ? അല്ല. നിങ്ങൾ എന്താ ചെയ്യുക, മലയാളത്തിൽ എഴുതി വെക്കുക, ദിസ് ഇങ്ങനെ എഴുതാം, തോട്ട് എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇത് രണ്ട് സ്പെല്ലിംഗ് ഒന്നാ അല്ലല്ലോ, ഒന്ന് ദായാണ് ഒന്ന് തായാണ്. അപ്പൊ എന്താ, ഇത് അലിട്രേഷൻ അല്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ മലയാളത്തിൽ എഴുതി വെക്കണം. അപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, പ്രീസ്റ്റ് പീറ്റർ, പ്രീസ്റ്റ് പീറ്റർ, ഇത് അലിട്രേഷൻ ആണോ എങ്ങനെ നോക്കുക, സ്പെല്ലിംഗ് മാത്രം നോക്കിയാൽ ചെയ്യണ്ടേ. എന്നാ പ്രീസ്റ്റ് മലയാളത്തിൽ പ്രീസ്റ്റ് പീറ്റർ രണ്ടും പായിലല്ലേ തുടങ്ങിയത്, അപ്പൊ അത് അലിട്രേഷൻ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞതായിരിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്തായാലും വരും, സന്ദർഭം വന്നുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ അത് എപ്പോഴും ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് ഏനാണ് പേര് അല്ലെ, ഏനാണ്. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു, ബി എന്നില്ല. ഓക്കെ, ബി എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കുട്ടികൾക്ക് SSLC മാർക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കാര്യം കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, എ ബി എന്നുള്ളത് ഉള്ളിലാണ് ഇടേണ്ടത്. ബി എന്നില്ല, ബിന്റെ ഉത്തരം ഇവിടെ ഇരിക്കുന്നു. ഇനി സി എന്നില്ല, സിന്റെ ഉത്തരം ഇവിടെ ഇരിക്കുന്നു. ഡി എന്നില്ല, ഡിന്റെ ഉത്തരം ഇവിടെ ഇരിക്കുന്നു. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇപ്പൊ 40ാമത്തെ അല്ലെങ്കിൽ 36ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തെങ്കിൽ 36 ഇതേമാതിരി എന്ത് ചെയ്യാം, എ ബി സി ഡി. ഒരിക്കലും നിങ്ങൾ എന്ത്, ചില കുട്ടികൾ ഇതുകൊണ്ടാണ് ഉദാഹരണത്തിന് എ ബിന്റെ ഉത്തരം അവരറിയില്ല, സിന്റെ ഉത്തരം എഴുതും. അപ്പൊ സീന്ന് എഴുതിയാണ് സിന്റെ ഉത്തരം എഴുതും. പിന്നെ വേറെ എപ്പോഴെങ്കിലും ആലോചിച്ചാൽ എന്ത് ചെയ്യും, ഡി കിട്ടും. അപ്പൊ ഡിന്റെ ഉത്തരം ഇവിടെ എഴുതും. പിന്നെ കുറെ കഴിഞ്ഞ് ആലോചിച്ചപ്പോഴാവും ബി കിട്ടിയോ, അപ്പൊ ബി ഇവിടെ എഴുതി. സോ ഇറ്റ് ഈസ് വെരി റോങ്. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ എഴുതരുത്. ഒരു ക്വസ്റ്റ്യൻ, ഇത് 31 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന്റെ സബ് ടൈറ്റിൽസ് ആണ്. അപ്പം എ എഴുതാം, അതിനുശേഷം ബി എഴുതാൻ പാടുള്ളൂ, അതിനുശേഷം സി എഴുതാൻ പാടുള്ളൂ, അതേപോലെ അതിനുശേഷം ഡി എഴുതാം. ഈ ഓർഡർ തന്നെ എഴുതാം. പിന്നെ ചില കുട്ടികൾ ഇങ്ങനെ എഴുതും, എ ഇവിടെ എഴുതും, ബി ഇവിടെ എഴുതും, സി ഇവിടെ എഴുതും. അങ്ങനെ എഴുതണ്ട. നിങ്ങൾ വീട്ടിൽ നടന്ന പേപ്പർ ഒന്നല്ലല്ലോ, നമ്മുടെ സർക്കാരിന്റെ പേപ്പറല്ല, നമ്മൾ ടാക്സ് കൊടുക്കുന്ന പേപ്പറാണ്. മാക്സിമം എടുത്ത് മുതലാക്കി കൂട്ടിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ടാക്സ് പെട്രോളിന്റെ വില കൂട്ടിയിട്ട് അടങ്ങിയതൊക്കെയാണ്. മാക്സിമം ഉപയോഗിച്ചാൽ നമ്മുടെ സ്വന്തം പൈസ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം പേപ്പർ എത്രത്തോളം പേപ്പർ ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം പേപ്പർ ഉണ്ടാക്കുക, താഴേക്ക് എഴുതിക്കൊണ്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയെങ്കിൽ വേറെ കുട്ടികൾ ചെയ്യുന്ന വേറെ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ 31 എഴുതും, എന്നിട്ട് ഉള്ളിൽ മാർജിനുള്ളിൽ തന്നെ ഏതൊക്കെയാണ് ഇവിടെ എഴുതും, ഇവിടെ ബി എന്നൊക്കെ എഴുതും. ഇതും റോങ് ആണ്. ഒരിക്കലും മാർജിൻ ഇപ്പുറത്തേക്ക് എല്ലാം എന്ത് ചെയ്യേണ്ടത്, ഈ നമ്പർ സബ് ടൈറ്റിൽസ് രണ്ട് മെയിൻ നമ്പേഴ്സ് മാത്രമാണ് ഇവിടെ വേണ്ടത്. ഇങ്ങനത്തെ ABCD ഒക്കെ ഉള്ളിലേക്ക് എഴുതണം. ഓക്കെ, അപ്പൊ അത് അങ്ങനെ എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. വളരെ ശ്രദ്ധിക്കുക. ഇത് വാല്യുവേഷന് പോകുന്ന ടീച്ചർമാരൊക്കെ സ്ഥിരം പറയുന്ന കാര്യമാണ്. പല കുട്ടികളും എന്താ അവധി ചെയ്തിട്ട് പലപ്പോഴും മാർക്ക് കൊടുക്കാതിരിക്കേണ്ട സാഹചര്യം വരുന്നുണ്ടെന്നൊക്കെ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക കേട്ടോ. മക്കളെ, നമ്മൾ ഫ്രേസൽ വെർബ് എഴുതി കഴിഞ്ഞു. ഈ ഫ്രേസൽ വെർബ് കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായത് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ ഒക്കെ വരും. അതായത് നമ്മുടെ ടെക്സ്റ്റൽ പാസേജ്, ഏതെങ്കിലും ഒരു ടെക്സ്റ്റിലെ ഒരു പാസേജ്. അപ്പൊ ആ പാസേജ് ഒന്ന് അതിന്റെ ക്വസ്റ്റ്യൻസ് 5 ഉണ്ടാവുമല്ലോ. ആ ഉത്തരങ്ങൾ പെട്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. കാരണം നിങ്ങൾ വീട്ടിൽ നിന്ന് പരിചയിച്ച് ഒരുപാട് കേട്ട് പരിചയിച്ച് ചാപ്റ്റേഴ്സ് ആവുമല്ലോ. അപ്പൊ ആ ഉത്തരങ്ങളാണ് നിങ്ങൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് പരമാവധി ഒരു 5 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത് നമ്മുടെ ടെക്സ്റ്റൽ പോയംസ്. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം ടെക്സ്റ്റൽ പാസേജുകൾ 1 മുതലുള്ള ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ 6 മുതലുള്ള പോയംസിന് ഒരു 4 ക്വസ്റ്റ്യൻ വരും. ആ 4 ക്വസ്റ്റ്യൻ അതിലൊക്കെയാണെങ്കിൽ അലിട്രേഷൻ, സിമിലി, അതുപോലെ എന്താണ് റൈമിംഗ് വേർഡ്സ്, റൈം സ്കീം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദ്യം വരും. ഓക്കെ, പിന്നെ ഏതെങ്കിലും ഒരു വരി എന്നിട്ട് അത് കമന്റ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് എന്നിട്ട് അതേ അർത്ഥം വരുന്ന പദം ഏതാണെന്ന് ചോദിക്കും. ഒരു വാക്കോട്ടം അല്ലെങ്കിൽ ഒരു വരിയൊക്കെ തന്നിട്ട് അതേ ആശയം വരുന്ന വരികൾ ഏതൊക്കെയെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൻസറുകളൊക്കെ കിട്ടണമെങ്കിൽ ആ കവിതയ്ക്ക് ശരിക്കും അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞ എല്ലാ കവിതകളുടെയും വീഡിയോകളൊക്കെ ചെയ്താണല്ലോ, ഒന്ന് പഠിക്കാം കേട്ടോ. അപ്പം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഉത്തരങ്ങൾ അറിയാവുന്നവർക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാൻ പറ്റും. ഇനിയിപ്പോ അറിയാത്തവരാണെങ്കിലും, ഇനിയിപ്പോ ഒന്നും അറിയാത്തവരാണെങ്കിലും ഇതേ പാറ്റേണിലായിട്ട് എഴുതേണ്ടത്. കാരണം ഇതൊക്കെ ലാസ്റ്റിലേക്ക് തന്നെ മെയിൻ ഗ്രാമറിലേക്ക് ഒന്നും നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. ഇനിയാണ് മെയിൻ ഗ്രാമറുകൾ വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടുത്ത ഈ ഒരു ടെക്സ്റ്റൽ പോയിന്റ്സ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ആ ഒരു ഇന്ന് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ എത്രയായിരുന്നു 33ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നില്ലേ. അതായത് ഇന്ന് ഓൺ ആൻഡ് എന്നൊക്കെ പറഞ്ഞാൽ പ്രിപ്പോസിഷൻ
പ്രിപ്പോസിഷൻസും അതേപോലെ കൺജക്ഷൻസ് ഒക്കെ വന്ന് കണ്ട് ആ സാധനം നിങ്ങൾക്ക് എന്തായാലും പബ്ലിക്കിന് വരും. അതാണ് നിങ്ങൾ അടുത്ത് എഴുതേണ്ടത്. അതൊന്നും അറിയാത്തവർ കറക്കിയെങ്കിലും കുത്തും. കറക്കി കുത്തേണ്ട ആവശ്യമില്ല, ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും. ഇതിലെന്തായാലും വെച്ചാൽ 4 ഓപ്ഷൻ അല്ല 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്, 4 എഴുതാനുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിച്ചാൽ ഒരു മാർക്കെങ്കിലും കിട്ടാതെ ഉടായ്പ ഇവിടെ നടക്കൂല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ മുഴുവൻ അറ്റൻഡ് ചെയ്യാം. പക്ഷെ ഫ്രേസൽ വർക്കിൽ ഉടായ്പ നടക്കട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുന്നതാണ്. ഉദാഹരണത്തിന് ഇവിടെ കണ്ടോ, ഫ്രേസൽ വർക്കിൽ 4 ഉണ്ട് അല്ലെ. മേക്ക് ഔട്ട് ഉണ്ട്, അതായത് 34ാമത്തെ ക്വസ്റ്റ്യൻ. മേക്ക് ഔട്ട് ഉണ്ട്, ഗിവ് അപ്പ് ഉണ്ട്, ടേക്കൺ ബാക്ക് ഉണ്ട്, വെൻഡോൺ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ഒന്നുപോലും അറിയില്ലാന്ന് വിചാരിച്ചോളി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യത്തെ മേക്ക് ഔട്ട് എന്ന 4 എണ്ണത്തിന് ഉത്തരം. അപ്പൊ 34 ഇപ്പൊ നമ്മൾ പറഞ്ഞ 34 എഴുതുന്നു, എ ഇടുന്നു, മേക്ക് ഔട്ട്. ഓക്കെ, മേക്ക് ഔട്ട് എഴുതുന്നു, ബി ഇടുന്നു, മേക്ക് ഔട്ട്, സി ഇടുന്നു, മേക്ക് ഔട്ട്, ഡി ഇടുന്നു, മേക്ക് ഔട്ട്. ഏതെങ്കിലും ഒന്ന് ശരിയാവില്ലേ, ഉറപ്പാണല്ലോ. അപ്പൊ ഒരു മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള തരികകൾ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് അറിയാം. ഉദാഹരണത്തിന് when the tiger jumped out of the cage all the people were, അവിടെ taken aback എന്നാണ് ഫസ്റ്റത്തെ ആൻസർ, ഞെട്ടി ധരിക്കുക അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ഓക്കെ, taken aback അത് ശരിയായി. ഇനിയുള്ളത് ഒന്നും നിങ്ങൾക്ക് അറിയില്ല, എത്ര തലകുത്തി പറഞ്ഞാലും അറിയില്ല എന്ന് വിചാരിച്ചോളി. ഇനിയുള്ളതിനകത്ത് എന്താ ചെയ്യുക, ഒരേ ആൻസർ ചെയ്താ മേക്ക് ഔട്ട് ചെയ്താ മേക്ക് ഔട്ട്, മേക്ക് ഔട്ട്, മേക്ക് ഔട്ട്. ഏതെങ്കിലും ഒന്ന് ശരിയാവില്ലേ, ശരിയാവും. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉറപ്പായി, 2 മാർക്ക് ഉറപ്പായി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, 2 എണ്ണം ശരിയായി, 2 എണ്ണം അറിയാം. അപ്പൊ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ മിസ്റ്റർ കോർണറ്റ് വാസ് അൺഎബിൾ ടു ഡാഷ് വാട്ട് വാസ് ഹാപ്പനിങ്. അപ്പോൾ ഇവിടെ മേക്ക് ഔട്ട് ആണ്. മേക്ക് ഔട്ട് കേട്ടോ വരിക, മനസ്സിലാക്കാന്നാണ്. മേക്ക് ഔട്ട് അർത്ഥം മനസ്സിലാക്കാന്നാണ്. അപ്പൊ ഇവിടെ മേക്ക് ഔട്ട് ശരിയായി. ഓക്കെ, ഇത്രയും 2 നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് സിയും ഡിയും അറിയില്ല എന്ന് വിചാരിച്ചോ. നിങ്ങൾ എന്ത് ചെയ്യാം, ഇനി എന്തൊക്കെ ബാക്കിയുള്ളത്, ഗിവ് അപ്പ് ഉണ്ട്, വെൻഡോൺ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് കാട്ടി കുത്തിയാണ് വെൻഡോൺ, ഇതിനും വെൻഡോൺ. ഏതെങ്കിലും ഒന്ന് ശരിയാവില്ലേ, അപ്പൊ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഉടായ്പിലൂടെ ഇങ്ങനെ ABCD ഒരേ ഓപ്ഷൻ ആണെങ്കിൽ. കഷ്ടകാലത്തിന് അത് ചില സമയത്ത് നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി 4 ഒരു 5 എണ്ണം വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പരിപാടി നടക്കില്ല. അന്നേരം ഒന്നുകിൽ നിങ്ങൾ കറക്കി കൊടുത്തു. ചില കുട്ടികൾ ഇങ്ങനെ കുറച്ച് കണ്ടിട്ടുണ്ടോ, പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. ഫ്രേസൽ വർക്കിന്റെ വീഡിയോ എന്താണ് സ്ക്രീനിൽ കണ്ടല്ലോ, ആ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എന്തായാലും ഫ്രേസൽ വർക്കിലെ മാർക്ക് നഷ്ടമില്ല. അതിനുള്ളുന്നേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുള്ളൂ കേട്ടോ. അതിൽ പറയുന്ന ഫ്രേസൽ വർക്കുകളെ വരുള്ളൂ. അതൊന്ന് കണ്ട് പഠിച്ചോളൂ. കുറെ കുട്ടികളായിട്ട് ചോദിക്കുന്ന ഫ്രേസൽ വർക്കിന്റെ വീഡിയോ വീഡിയോ ഏതോ കാലം ചെയ്ത് 2 കൊല്ലം മുന്നേറ്റം ചെയ്ത വീഡിയോകളൊക്കെ. അപ്പോ അതൊക്കെ കണ്ടുപിടി കേട്ടോ. ഇനി അടുത്തതായിട്ട് മക്കൾ അറ്റൻഡ് ചെയ്യേണ്ടത് കോൺവെർസേഷൻ കംപ്ലീഷൻ ആണ്. അതായത് നമ്മുടെ ലാസ്റ്റ് 35ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതിൽ എന്തൊക്കെ വരുന്നത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അതായത് ക്വസ്റ്റ്യൻ ടാഗ് വരാൻ ചാൻസ് ഉണ്ട്, WH ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ yes or no ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ if ക്ലോസ്, പിന്നെ എന്താണ് ഹാഡ് ബെറ്റർ. ഇതിലിപ്പോ ഹാഡ് ബെറ്റർ വന്നിട്ടില്ല, പക്ഷെ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 5 മാർക്കിന് ഇത് ചോദിച്ചേക്കാം കേട്ടോ. അപ്പൊ 5 മാർക്കിനോ 4 മാർക്കിനോ ഈ ഒരു ചോദ്യം ഷുവറാണ്. അതാണ് നിങ്ങൾ അടുത്ത് അറ്റൻഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാമർ പഠിച്ചേ പറ്റുള്ളൂ. അതിന് എല്ലാത്തിന്റെയും ഗ്രാമറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ക്ലോസിന്റെ ഗ്രാമർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഹാഡ് ബെറ്ററിന് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ WH ക്വസ്റ്റിന് yes or no ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ഒക്കെ തമ്പനെയിലുകളാണ് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നത്. ആ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രാമറുകൾ ഫുൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഗ്രാമറുകളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടി പോയാൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒന്നും അറിയാത്ത കുട്ടികൾ ഇത് അറിയില്ല എന്ന് വിചാരിച്ചത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. എന്തെങ്കിലും എഴുതി വെക്കുക, എന്തെങ്കിലും ഗ്രാമറാണെങ്കിൽ എന്തായാലും എന്തെങ്കിലും എഴുതി വെച്ചാൽ ഇപ്പൊ ഫസ്റ്റത്തെ മെസ്സേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, 1ാമത്തെ 2ാമത്തെ ക്വസ്റ്റ്യൻസ്, അതിലിപ്പോ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്താ പറയാ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഡിഡ് മാർത്ത ഹിയർ വെൻ ഷി റീച്ച്ഡ് നിയർ ഹർ ക്ലാസ് റൂം ഡോർ. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയില്ല, ഒരു തേങ്ങ അറിയില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇതിൽ ഞാൻ നോക്കുക, ഇതിലുള്ള വാക്കുകൾ റീച്ച്ഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ വാക്കുകളൊക്കെ ഇതിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി പാസേജിൽ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് അങ്ങനെ എടുത്ത് ചെയ്താ. ഓക്കെ, ഇനി ആ പാസേജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കണ്ണടച്ച് കണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പാസേജ് എടുത്ത് ചെയ്താ. അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ്ങിലല്ലേ നമ്മൾ ഇതിനൊന്നും ഉള്ളിലല്ലേ ഫസ്റ്റ് നമ്മൾ ലെറ്ററും ഡയറിയൊക്കെ വൃത്തിയൊക്കെ എഴുതിയാണല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും 1/2 മാർക്കെങ്കിലും തരാനുള്ള മനസ്സാ ടീച്ചർ കാണിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ എഴുതിയാൽ എന്തെങ്കിലും 1/2 മാർക്കെങ്കിലും കിട്ടുന്നുള്ള കോൺഫിഡൻസ് നിങ്ങളോട് പോകാൻ മതി. അല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും എഴുതിയില്ല ഒളിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഭീരുവാണ്, നിങ്ങൾ പേടിത്തൊണ്ടരാണെന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ പിന്നെ ബാക്കിയുള്ളതിനും കൂടി നിങ്ങളെ കുറിച്ചുള്ള ഇംപ്രഷൻ നഷ്ടപ്പെടാൻ കാരണം. അപ്പൊ എന്തെങ്കിലും എഴുതിയൊക്കെ അവസാന നിമിഷം വരെ പൊരുത് അല്ലെ. സോ ഇവിടെ ഞാൻ പറഞ്ഞു തന്നത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ നമ്മുടെ കോൺവെർസേഷൻ കംപ്ലീഷൻ. അപ്പൊ അതിൽ യു ഗോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ്സ് എന്നുള്ളതാണ്. ഒരു കോമട്ട് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. അതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണല്ലോ. അതിന്റെ ശരിക്കുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ അതിൽ ഹെൽപ്പിംഗ് വർക്ക് ഇല്ല. ഹെൽപ്പിംഗ് വർക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയാം ബോട്ട് എന്നാണ് അതിന്റെ മെയിൻ വർക്ക് വന്നത്. ബോട്ട് എന്നുള്ളത് ബൈ എന്നുള്ളതിന്റെ V2 ഫോം ആണ്. V2 ആണെങ്കിൽ നമ്മൾ ഡിഡാണ് വെക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. ഹെൽപ്പിംഗ് വർക്ക് ക്വസ്റ്റ്യൻ ടാഗിന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ബൈ ആയിരുന്നെങ്കിൽ ഡു വെക്കണമായിരുന്നു, ബൈസ് ആണെങ്കിൽ ഡസ് വെക്കണമായിരുന്നു. എസ് ഫോമിന് ഡസും V1ന് ഡൂവും അതേപോലെ V2 ഫോമിന് ഡിഡും ആണ് വെക്കേണ്ടത്. അപ്പൊ ഇവിടെ ശരിക്കും ഡിഡ് ആണ്. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് അല്ലെങ്കിൽ ഡിഡിന്റെ ആക്കണം. അപ്പൊ ഡിഡിന്റെ പിന്നെ സബ്ജക്ട് ഓൾറെഡി പ്രോണൗൺ അല്ലെങ്കിൽ ഡിഡിന്റെ യു എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. സോ ഇത് സ്മോൾ ലെറ്റർ വരണം, കാരണം ഈ സെന്റൻസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ശരിക്കും വരുന്നത് എ എന്നിട്ട് ഡിഡിന്റെ യു. ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഡിഡിന്റെ യു ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ
മാർക്ക് കിട്ടി. ഓക്കെ, പക്ഷെ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് ഒരു അടുപ്പ് അറിയില്ല എന്ന് വിചാരിച്ചോളി. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ട അറിയാം, മിക്കവാറും എല്ലാ കോൺവെർസേഷൻ ഇങ്ങനെയുള്ള കോൺവെർസേഷനിലും ഫസ്റ്റ് എത്തത് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. ഇനി അതെല്ലാം കണ്ടുപിടിക്കാൻ വേറെ എളുപ്പമുണ്ട്. ഇതിൽ വേണ്ട യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ്സ്. ഒരു സെന്റൻസ് അല്ലേ, ഒരു സെന്റൻസ് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ട ഒരു കോമ, അങ്ങനെ ഒരു കോമ ഉണ്ടാവും, എന്നിട്ട് ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് മനസ്സിലാക്കുക. ആ ക്വസ്റ്റ്യൻ ടാഗിന് രണ്ട് വാക്കേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ ഫസ്റ്റ് ഒരു യു അല്ലേ, യുവോ ഹിയോ ഷിയോ അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കിനാണ് തുടങ്ങുക. നിങ്ങൾ എന്ത് ചെയ്യുക, യു ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഫസ്റ്റത്തെ യു ആണ്. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചാല് ചുമ്മാ അങ്ങോട്ട് എഴുതി ചോദി ആറിന്റെ യു. ഒന്നും അറിയാത്തവരുണ്ട് ഞാൻ പറഞ്ഞത് ആറിന്റെ യു ചുമ്മാ എഴുതിയേക്കാം. അപ്പൊ നമുക്ക് എന്താ അവിടെ ഡിഡിന്റെ എന്നാണ് ശരിക്കും ആൻസർ വേണ്ടത്, പക്ഷെ ആറിന്റെ യു ആയി. അപ്പൊ എന്ത് ശരിയായി, ഒരു സാധനം ശരിയായില്ലേ, നമ്മുടെ സബ്ജക്ട് ശരിയായി. അപ്പൊ ആദ്യം ആ ഫസ്റ്റത്തെ ശരിയായതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ആറിന്റെ ഇതാണ് കാണാൻ പഠിച്ചത്, ഒന്നരത്തിൽ ക്വസ്റ്റ്യൻ ടാഗ് ഒന്നരത്തിൽ തന്നെ പഠിച്ചാൽ മതി. ഇത് ശരിയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആന മാർക്ക് ഇട്ടാനുള്ള മനസ്സായി ടീച്ചർ കാണിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ ചെയ്യേണ്ടതായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെക്കുക. ഓക്കെ, അതേപോലെ അടുത്ത ചോദ്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം വാട്ട് ഈസ് യുവർ എന്നോ വാട്ട് ആർ യു ഡൂയിങ്ങോ എന്തെങ്കിലും ഒരു ചോദ്യം എഴുതിയേക്കുക. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ചിഹ്നങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ എന്തെങ്കിലും ചോദ്യം എഴുതിയേക്കുക. അപ്പൊ ഉദാഹരണത്തിന് രണ്ടാമത്തെ കൂടെ ബി എന്നിട്ടത് ഓണ്ട് ജെയിൻ എന്നോ ചോദിച്ചത് ഡാഷിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഉത്തരവില്ല. റിപ്ലൈ ഐ ആൻഡ് 6 pounds വീക്കുന്നതാണ്. അപ്പൊ ഹൗ മച്ച് എന്നാണ് എത്ര നിങ്ങൾ ആഴ്ചയിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഇവിടെ വാട്ട് ഈസ് യുവർ നെയിം എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്. ഓക്കെ, ഡബ്ല്യു ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന സെന്റൻസ് തുടങ്ങിയത് വാട്ട് ഈസ് യുവർ നെയിം എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്. സോ ക്വസ്റ്റ്യൻ എഴുതിയ അറ്റൻഡ് ചെയ്തില്ല കഷ്ടപ്പെട്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തിട്ടൊരു ഒരു അരമാർക്ക് ഇട്ടു. മനസ്സിലായില്ലേ? അതൊക്കെ ഇടുന്ന ആളുടെ മനസ്സാണ്. നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് എഴുതുന്ന അയാളെ സന്തോഷിപ്പിക്കുന്നതിനനുസരിച്ചാണ്. അപ്പൊ ഒന്നും എഴുതാതിരിക്കുക, എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും എഴുതാതിരിക്കരുത്. എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ എല്ലാം അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിക്കാത്ത കുട്ടികളാണെങ്കിലും അടുത്തായിട്ട് കോൺവെർസേഷൻസ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടി നിങ്ങൾ ചെലവാക്കേണ്ടത് ഒരു 10 മിനിറ്റ് ആണ്. കാരണം ഗ്രാമർ ആയതുകൊണ്ട് ഒന്ന് ആലോചിക്കേണ്ട ഒരു ശ്രദ്ധയോടെ എഴുതണം. അപ്പൊ ഒരു 10 മിനിറ്റ് അതിന് വേണ്ടി ചെലവാക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിർണായകമായ ഗ്രാമറായ എഡിറ്റിംഗ് ആണ്. നല്ലോണം സൂക്ഷിച്ചെഴുതണം. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി തന്നെ മാർജിൻ നമ്പർ ഇടുക, ABCD ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്താൽ എഡിറ്റിംഗിന്റെ മിസ്റ്റേക്ക് എന്നാണ് മിസ്റ്റേക്ക് മാത്രം കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. പാസേജ് ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. അടുത്തത് നിങ്ങൾക്ക് എഴുതേണ്ടത് റിപ്പോർട്ടഡ് സ്പീച്ച്. അത് കേൾക്കുമ്പോൾ തന്നെ വെച്ചാൽ റിപ്പോർട്ട് സ്പീച്ചിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു 1 hour വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ റിപ്പോർട്ട് സ്പീച്ചിന്റെ 2 മാർക്ക് മിസ് ആവില്ല. റിപ്പോർട്ട് സ്പീച്ചിന്റെ 2 മാർക്ക് മാത്രമല്ല ഒരുപാട് ഗ്രാമറുകൾ അതിനോട് കൂടി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ കുറെ ഗ്രാമറുകൾ പറയുന്നുണ്ട്. ആ ബേസിക് ഒക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഇംഗ്ലീഷ് ഗ്രാമറിന്റെ കാര്യത്തിൽ കിട്ടും. അപ്പൊ ആ വീഡിയോ മിസ് ചെയ്യരുത്. അത് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും സ്ക്രീനിൽ കാണുന്നതിന്റെ തമ്മിൽ അത് കണ്ടാൽ നിങ്ങൾ ഉറപ്പാണ് റിപ്പോർട്ട് സ്പീച്ച് മാത്രമല്ല ക്വസ്റ്റ്യൻ ടാഗിൽ കുറെ ഉപകാരങ്ങൾ നിങ്ങൾക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 6 മിനിറ്റ് വരെ എടുക്കാം. കാരണം റിപ്പോർട്ട് സ്പീച്ച് നല്ല ആലോചിച്ചിട്ടുണ്ടല്ലോ. ഇനി അഥവാ നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് അറിയില്ല എന്ന് വിചാരിക്കും, ഒന്നും അറിയില്ല എന്ന് വിചാരിക്കും, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാനുള്ള ഒരു ടൈപ്പ് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോളി. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ. അത് ഫ്രണ്ടും വാങ്ങയും തമ്മിൽ നടന്ന കോൺവെർസേഷൻ ആണ്. വൈ ആർ യു ക്രൈ എന്ന് ഫ്രണ്ട് ചോദിച്ചു. അപ്പൊ വാങ്ങ പറഞ്ഞു മൈ മാസ്റ്റർ ഹാസ് ബീറ്റൺ മീ വിത്ത് എ സിറപ്പ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു അല്ലെ. സോ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണം, റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ചെറിയ ക്ലൂ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ദ ഫ്രണ്ട് ആസ്ക്ഡ് എന്നുണ്ട്. അപ്പൊ ദ ഫ്രണ്ട് എന്താ ആസ്ക്ഡ് എന്ന് തന്നു. ഓക്കെ, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യാനാ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതും തരില്ല. നിങ്ങൾക്ക് 2 ചോദ്യമാണ് ചോദിക്കുക. വാട്ട് ഡിഡ് ഫ്രണ്ട് ആസ്ക്, പിന്നെ വാട്ട് ഡിഡ് വാങ്ക റിപ്ലൈ എന്നുള്ള 2 ക്വസ്റ്റ്യൻ ആയിരിക്കും തരാം. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ ഫ്രണ്ട് വാങ്ങിനോടല്ലേ ചോദിച്ചത്, വേറെ ഫ്രണ്ട് ആണ് താഴെ വാങ്ങിയത് കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ ഫ്രണ്ട് ആസ്ക്ഡ് എന്ന്. ഓക്കെ, അപ്പൊ ഫ്രണ്ട് ആസ്ക്ഡ് അല്ലെ, ഫ്രണ്ട് ആസ്ക്ഡ് എന്ന് എഴുതി. ഇനി അടുത്ത താഴെ വാങ്ങല്ലേ, അത് വാങ്ങാന്ന് പറയുക. ഓക്കെ, അപ്പൊ പകുതി കഴിഞ്ഞു. ഓക്കെ, വാങ്ങാം. ഇനി എന്താ നിങ്ങൾ ചെയ്തത്, നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ അതേമാതിരി ഇങ്ങോട്ട് എഴുതിയേക്കാം. വൈ ആർ യു ക്രൈം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണം. വൈ ആർ യു ക്രൈം ചെയ്താൽ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടരുത്. അതായത് റിപ്പോർട്ട് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടരുത്, ഫുൾ സ്റ്റോപ്പ് ആണ് ഉള്ളത്. ഇത്രയും നിങ്ങൾ ഇതാ, ഇത്രയും നിങ്ങൾ എഴുതിയാല് നിങ്ങൾക്ക് അവിടെ തെറ്റിയതെന്ന് വെച്ചാൽ നിങ്ങൾ ആ വൈ ആർ എന്നുള്ള ആ ഭാഗത്താണ് നിങ്ങൾക്ക് തെറ്റുള്ളത്. ഓക്കെ, പക്ഷെ എന്നാലും നിങ്ങൾ എഴുതാൻ ട്രൈ ചെയ്തതിന്റെ പേര് നിങ്ങൾക്ക് അര മാർക്ക് കിട്ടും. മനസ്സിലാക്കാം. എന്തെങ്കിലും എഴുതിയല്ല നിങ്ങൾ ചെയ്തത്, നിങ്ങൾ അതിന്റെ ഫോർമാറ്റ് കറക്റ്റ് എഴുതിയിട്ടുണ്ട്, ഗ്രാമർ മാത്രമേ നിങ്ങൾക്ക് തെറ്റുള്ളൂ. ഇതിനോട് നിങ്ങൾക്ക് അര മാർക്ക് കിട്ടും. ഇനി റിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയാ വാങ്ങല്ലേ മറുപടി പറഞ്ഞത്. അപ്പൊ വാങ്ക ബീന്റെ ആൻസർ ആണ്. വാങ്ക റിപ്ലൈഡ്. ഇതാണ് പഠിച്ചു കേട്ടോ. റിപ്ലൈഡ് ദാറ്റ്. എപ്പോഴും മറുപടി എന്തായിരിക്കും, റിപ്ലൈഡ് ദാറ്റ്. ഇതാണ് കാണാതെ പഠിക്കും. ഇത് കാണാൻ പഠിക്കുന്ന പ്രശ്നമില്ലല്ലോ. റിപ്ലൈഡ് എന്നിട്ട് ഈ പറഞ്ഞത് അതേമാതിരി ഇടുക. മൈ മാസ്റ്റർ ഹാസ് ബീറ്റൺ മീ വിത്ത് എ സിവിലെ. അത് അതേമാതിരി സ്മോൾ ലെറ്ററിൽ മൈ മാസ്റ്റർ മൈത് ആ ലാസ്റ്റ് സ്ക്വയർ സ്ട്രാപ്പ് വരാണ്ട് എഴുതിയേക്കാം. സോ 2 കൂടി 1 മാർക്ക് കിട്ടി. മനസ്സിലായില്ലേ? 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങോട്ട് മാറ്റം വരും, മനസ്സിലാക്കാം. അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് അറിയില്ല, നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ ടൈം ഇല്ലെങ്കിൽ ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായല്ലോ?
ഇനി അടുത്ത ലാസ്റ്റത്തെ നിങ്ങൾ എന്താ ചെയ്യുക, ഇപ്പൊ ചെയ്യാൻ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. നമ്മുടെ പാസേജ് ഓഫ് ഔട്ട് ഓഫ് സിലബസിൽ, അതായത് പുറത്തുള്ള ഒരു പാസേജ് നിങ്ങൾക്ക് തരും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ. അതായത് 13 മുതലുള്ള ചോദ്യം കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞത് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഈ ചോദ്യത്തിലേക്ക് പോവുകയും ചെയ്യരുത്, കാരണം നിങ്ങൾ ടൈം കിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇനി നിങ്ങൾക്ക് ഒരു 10-20 മിനിറ്റോളം ബാക്കി ഉണ്ടാവും. ആ സമയത്താണ് നിങ്ങൾ 10-20 അല്ല, ഒരു അരമണിക്കൂറിനടുത്ത് ബാക്കി ഉണ്ടാവും. ആ സമയത്താണ് നിങ്ങൾ ഇതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നത്. നന്നായിട്ട് വായിക്കുക, ആ പാസേജ് അത് നന്നായിട്ട് വായിക്കുക, എന്നിട്ട് ചോദ്യത്തിലേക്ക് കിടക്കുക, എന്തെങ്കിലും അർത്ഥങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുക. ഇനി കഷ്ടകാലത്തിന് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാന്ന് വെച്ചോ, അതായത് ഈ പാസേജ് വായിച്ചിട്ട് ഒരു അർത്ഥം മനസ്സിലാവുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടവരെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കുക, ക്വസ്റ്റ്യൻ വായിക്കാം. What did Walt Disney learn from his early life experiences എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ വാൾട്ട് ഡിസ്നി എന്ന് കാണുന്നുണ്ട്, ലേൺ എന്ന് കാണുന്നുണ്ട്, ലൈഫ് എക്സ്പീരിയൻസ് എന്നൊക്കെ കാണുന്നുണ്ട്. അതേ വാക്കുകൾ ഈ മെസ്സേജ് എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കാം. ആ വരുന്ന ഭാഗം സെന്റൻസ് അങ്ങനെ അതേമാതിരി എഴുതിയില്ല. ഇതിനെ പരിപാടി ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ ചെയ്ത് പാസ്സായ പരിപാടിയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതി വെച്ചാൽ ഒരുവിധം നോട്ട് അടിച്ച പോലെ ശരിയാവും. ചിലതിന് ഫുൾ മാർക്ക് കിട്ടും, ചിലതിന് അറ്റൻഡ് ചെയ്തതിന്റെ പേരിൽ 1/2 മാർക്കെങ്കിലും കിട്ടും. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പരിപാടി ആയി. സോ മക്കളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇംഗ്ലീഷ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 50 മാർക്കിന്റെ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഞാനിപ്പോ എഴുതി ഒപ്പിട്ട് തരാം. ഓക്കെ, ഇങ്ങനെ കീഴടങ്ങാതെ ഫുൾ ക്വസ്റ്റ്യൻ 36 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇതിപ്പോ നമ്മൾ നേരത്തെ ഡയറി പോലുള്ള ചില ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് ഒഴിവാക്കിയില്ലേ, ഓപ്ഷൻ ആയിട്ട് വന്ന ഇപ്പൊ 5 എണ്ണം തന്നിട്ട് 3 എണ്ണം എഴുതിയാൽ മതി. അതുകൂടി അറ്റൻഡ് ചെയ്ത് വെക്കുക. അപ്പൊ അതുകൂടി അറ്റൻഡ് ചെയ്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 68 മാർക്ക് കിട്ടിയെന്ന് വെച്ചോ. കഷ്ടകാലത്തിന് നിങ്ങളുടെ കഷ്ടം നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു 68 മാർക്ക് കിട്ടിയെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ ആ അഡീഷണൽ ഒരു ഡയറിയും കൂടി എഴുതിച്ചെന്ന് വെച്ചോ. അപ്പൊ മാഷിന് ഇങ്ങനെ ആലോചിക്കാണ്, 2 മാർക്ക് ഇട്ട് കൊടുത്താൽ ആ കുട്ടിക്ക് കിട്ടും അല്ലെ. അപ്പൊ ഓപ്ഷനൊക്കെ എഴുതിയാണ്, കുട്ടിക്കട്ട് അതിനായിട്ട് 2 മാർക്ക് ഇട്ട് കൊടുക്കാൻ വെച്ചിട്ട് ഓപ്ഷൻ ചിലപ്പോൾ മാർക്ക് ഇട്ടാലോ അങ്ങനെ ഇട്ട് കൊടുക്കാനുണ്ട്, ഇടാൻ അങ്ങനെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. മാത്സ് പോലുള്ള സബ്ജക്ട് മാത്സിനൊക്കെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സിനോട് പറഞ്ഞതാണ്. ഇങ്ങനെ അഡീഷണൽ ക്വസ്റ്റ്യനും കൂടി പല കുട്ടികൾക്ക് അറിയാത്ത കാര്യമാണ്. അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നത്. കാരണം ചില ടീച്ചർമാർ പറഞ്ഞു നിങ്ങൾ അഡീഷണൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യരുത്, അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂല എന്നൊക്കെ. പക്ഷെ അത് എപ്പോഴും നോക്കൂല. പക്ഷെ ഇങ്ങനെ എന്താ മാർക്ക് ഇട്ട് തരേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നോക്കും. അതുകൊണ്ട് അത് എഴുതേണ്ട സ്റ്റാർട്ടിങ്ങിലല്ല. സ്റ്റാർട്ടിങ്ങിൽ എഴുതിയാൽ പിന്നെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. പകരം ഏറ്റവും ലാസ്റ്റ് ടൈം ബാക്കി ഉണ്ടെങ്കിൽ അതിനാണ് ഞാൻ പറഞ്ഞത് 15 മിനിറ്റെങ്കിലും ടൈം നിങ്ങൾ മുന്നേ എഴുതി 2.5 മണിക്കൂറെങ്കിലും എഴുതി കഴിഞ്ഞാൽ ആ അഡീഷണൽ ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ എഴുതിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അതിനും മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് A+ലേക്കൊക്കെ എത്താൻ കഴിയുമെങ്കിൽ കുറച്ചുകൂടി മാർക്ക് ബെറ്റർ ചെയ്യാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ 1/2 മാർക്കും നിങ്ങൾ ഇപ്പൊ D+ ഉള്ളവന് C കിട്ടിയാൽ തന്നെ നിങ്ങൾ 100 കണക്കിന് കുട്ടികളുടെ മുന്നിലെത്തും +1 അഡ്മിഷന്റെ. അപ്പൊ ഓരോ ഗ്രേഡും വിലപ്പെട്ടതാണ്, അതിന് വേണ്ടി ട്രൈ ചെയ്യാം. അപ്പൊ ഇംഗ്ലീഷിൽ ഇതിലും വലിയൊരു ഉടായ്പോളം എനിക്ക് ഇനി പറയാൻ ബാക്കിയില്ല മക്കളെ. കുറെ ദിവസമായി, നിങ്ങളെക്കാളും കുറെ ദിവസമായി കഷ്ടപ്പെട്ടാണ് ഞാൻ. എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാളും ഹാർഡ് വർക്ക് ഇപ്പൊ ഞാൻ പ്രശ്നം ചെയ്തിരുന്നു. കുറെ നോട്ട് തയ്യാറാക്കാനും ക്ലാസ് എടുക്കാനൊക്കെ കൊണ്ടവരുടെ ആകെ സൈഡായിരുന്നു. അപ്പം ഇതിൽ കൂടുതൽ എനിക്കിപ്പോ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ഇനി ഞാൻ കുറച്ചുകൂടി വീഡിയോകൾ ചെയ്യുന്നുണ്ട്, കാണാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഹിന്ദി വരെയുള്ള ഹിന്ദി സോഷ്യൽ എല്ലാത്തിനും ഷുവറായിട്ട് വരുന്ന ഫുൾ വീഡിയോസ് നമ്മൾ ചെയ്യും. അവസാനത്തെ പരീക്ഷയ്ക്കുള്ള മലയാളം സെക്കൻഡ് വരെ കട്ടക്ക് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ +1 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ തരും. സോ നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പരമാവധി കുട്ടികളെ നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യും, സഹായിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും സഹായിക്കും, അത് വേറെ കാര്യം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാനൊരു അധ്യാപകരായതിന്റെ കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.